പകർന്ന് അനുനിമിഷം ഞങ്ങളെ ബലത്തോടെ ജയത്തോടെ നടത്തിയ ദൈവത്തിൻ്റെ കൃപയ്ക്കായി നന്ദി. ഇന്ന് പകൽവേള ഞങ്ങൾ അങ്ങയുടെ സന്നിധാനത്തിൽ ഒരുമിച്ച് കൂടി അങ്ങേ ആരാധിക്കുന്നത് തിരുനാമത്തിന് മഹത്വമായി തീരുവാൻ, ഇടികൾക്ക് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ഏറ്റവും അനുഗ്രഹിക്കപ്പെടയാക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ആരംഭിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അവസാനിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മയായി ഇന്ന് പകൽ സമയത്തെ വിശുദ്ധ സഭായോഗത്തെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ പാടുവാൻ, ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ, ആത്മാവിൽ ആരാധിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽവേള ഞങ്ങളുടെ മധ്യേ ചന്തമായി നടകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയ അന്തർഭാഗങ്ങൾ നന്നായി അറിഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഇന്ന് പകൽവേള ഞങ്ങൾ ഒരുമിച്ച് കൂടി വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ മഹത്വം ഞങ്ങളിൽ വെളിപ്പെടുവാൻ, ദൈവകൃപ ഞങ്ങളിൽ വ്യാപരിക്കപ്പെടുവാൻ ഇന്ന് പകൽവേള അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാട്ട്, പ്രാർത്ഥന, ഞങ്ങളുടെ സങ്കീർത്തനം, സാക്ഷ്യങ്ങൾ, തിരുവചന ചിന്തകൾ കർത്താവെ എല്ലാം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാൻ, അതിന്മേലെല്ലാം ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ, ഞങ്ങൾ വിടുവിക്കപ്പെടുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം സഹായിക്കാൻ കർത്താവിൻ്റെ കൃപ പകരും. ഗാനാശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ ഓർക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളെ ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിറഞ്ഞ് പാടുവാൻ, ചേർന്ന് പാടി അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വിലയേറിയ മേശ ഞങ്ങളുടെ മധ്യമുണ്ടല്ലോ, വളരെ പ്രാഗൽഭ്യത്തോടു കൂടുതൽ പങ്കാരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവെ, ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ. ഒന്നുകൂടെ ഞങ്ങളെ തന്നെ ശോധന ചെയ്യുവാൻ, ഒന്നുകൂടെ അങ്ങയുമായിട്ടുള്ള ബന്ധം ഒന്നുകൂടെ പുതുക്കുവാൻ, ഞങ്ങളുടെ സഹോദരങ്ങൾ തമ്മിലുള്ള ഐക്യത, സ്നേഹബന്ധം ഒന്നുകൂടെ പുതുക്കുവാൻ തക്കവണ്ണം ഇന്ന് പകൽവേള ഈ ശുശ്രൂഷകളെല്ലാം നിമിത്തം അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കും. കർത്താവ് അത്ഭുതം ചെയ്യും, തിരുനാമത്തെ മഹത്വപ്പെടുത്തും. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്വർഗീയ പിതാവേ, ആമേൻ. നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് സ്തോത്രഗീതം പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുന്ന ഓരോ ദിവസവും വിജയോത്സവമായി നടത്തുന്ന നമ്മുടെ കർത്താവിനെ സ്തോത്രം നമുക്കൊരുമിച്ച് പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ചെയ്യാൻ നൽകിട. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. കാഴ്ചയിൽ എന്നെ ഓർത്തവനെ, വീഴ്ചയെ നീ കാത്തവനെ. കാഴ്ചയിൽ നമ്മെ ഓർത്തവനെ, വീഴ്ചയെ നീ കാത്തവനെ. കാഴ്ചയാലല്ല വിശ്വാസത്താലേ, വാഴ്ചയേകി നിത്യം ചേർത്തവനെ. കാഴ്ചയാലല്ല വിശ്വാസത്താലേ, വാഴ്ചയേകി നിത്യം ചേർത്തവനെ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. ശത്രുവേ തല തകർത്തവനെ, മാത്രയിൽ ജയം തന്നവനെ. ശത്രുവേ തല തകർത്തവനെ, മാത്രയിൽ ജയം തന്നവനെ. ശത്രു മുൻപാകെ മേശയൊരുക്കും, ഇത്രനാമേശുവേ സ്തുതി മനമേ. ശത്രു മുൻപാകെ മേശയൊരുക്കും, ഇത്രനാമേശുവേ സ്തുതി മനമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. കഷ്ടവും മഹാശാസനയും നിന്ദയും ഉള്ള ദിനവുമിതേ. കഷ്ടവും
മഹാശാസനയോ നിന്നയോ ഉള്ള ദിനവുമിത്. ഉള്ളം കലക്കും കള്ള സഹോദരൻ അള്ളുര ചെയ്യുകിലെന്തു ഭയം. ഉള്ളം കലക്കും കള്ള സഹോദരൻ അള്ളുര ചെയ്യുകിലെന്തു ഭയം. സ്വഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. സ്വഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. ഒന്നിലും പതറിടരുതേ, കണ്ണീരിൽ വഴി പോയിടിയോ. ഒന്നിലും പതറിടരുതേ, കണ്ണീരിൽ വഴി പോയിടിലോ. മാന്നരിൽ മാന്നവൻ നമ്മോടു കൂടെ, എന്നും അവൻ നമ്മെ വഴി നടത്തൂ. മാന്നരിൽ മാന്നവൻ നമ്മോടു കൂടെ, എന്നും അവൻ നമ്മെ വഴി നടത്തൂ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. പാറയിൽ നിന്നു തേൻ പൊഴിയോ, ജീവനീരിൽ നിന്നു കുടിക്കോ. പാറയിൽ നിന്നു തേൻ പൊഴിയോ, ജീവനീരിൽ നിന്നു കുടിക്കോ. ആമേൻ. മരുഭു പ്രയാണം കഴിയും വരെയോ മറക്കും അവൻ നമ്മെ ചിറകടിയിൽ. മരുഭു പ്രയാണം കഴിയും വരെയും മറക്കും അവൻ നമ്മെ ചിറകടിയിൽ. ആമേൻ. സ്തോത്രഗീതം പാടുക നീ മനമേ, ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. ഓ ആശിച്ച ദേശം കാണുകയാ, വേഷമകിരവും നീങ്ങുകയാ. ആശിച്ച ദേശം കാണുകയായി, വേഷമകിരവും നീങ്ങുകയാ. യേശു മണാളൻ ചേർത്തിടും വേഗം, ശോഭിത മണവാട്ടിയായ നമ്മെ. യേശു മണാളൻ ചേർത്തിടും വേഗം, ശോഭിത മണവാട്ടിയായ നമ്മെ. സ്തോത്രഗീതം പാടുക നീ മനമേ, നൽകിടും നിശ്ചയമായി. സ്തോത്രഗീതം പാടുക നീ. ആമേൻ. ഹല്ലേലൂയ. നൽകിടും നിശ്ചയമായി. ഒന്നിലും പതറിടരുതേ, കണ്ണീരിൽ വഴി പോയിടിലോ. ഒന്നിലും പതറിടരുതേ, കണ്ണീരിൽ വഴി പോയിടിലോ. മാന്നരിൽ മാന്നവൻ നമ്മോടു കൂടെ, എന്നും അവൻ നമ്മെ വഴി നടത്തൂ. മാന്നരിൽ മാന്നവൻ നമ്മോടു കൂടെ, എന്നും അവൻ നമ്മെ വഴി നടത്തൂ. സ്തോത്രഗീതം പാടുക നീ മനമേ, നൽകിടും നിശ്ചയമായി. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. പാറയിൽ നിന്നു തേൻ പൊഴിയോ, ജീവനീരിൽ നിന്നു കുടിക്കോ. പാറയിൽ നിന്നു തേൻ പൊഴിയോ, ജീവനീരിൽ നിന്നു കുടിക്കൂ. മരുഭു പ്രയാണം കഴിയും വരെയോ മറക്കും അവൻ നമ്മെ ചിറകടിയിൽ. മരുഭു പ്രയാണം കഴിയും വരെയോ മറക്കും അവൻ നമ്മെ ചിറകടിയിൽ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി.
ദേശം കാണുകയായി ദേശമഖിലവും നീറുകയായി ആശിച്ച ദേശം കാണുകയായി ദേശമഖിലവും നീറുകയായി യേശു മണാളൻ ചേർത്തിടും വേഗം ശോഭിത മണവാട്ടിയായ നമ്മെ യേശു മണാളൻ ചേർത്തിടും വേഗം ശോഭിത മണവാട്ടിയായ നമ്മെ സ്വന്തം പാടുക നീ മനമേ ജയം നൽകിടും നിശ്ചയമേ സ്വന്തം പാടുക നീ മനമേ ജയം നൽകിടും നിശ്ചയം അമേ താഴ്ചയിൽ നമ്മെ ഓർത്തവരേ വീഴ്ചയെ നീ കാത്തവരേ അമേ താഴ്ചയിൽ നമ്മെ ഓർത്തവരേ വീഴ്ചയെ നീ കാത്തവരേ താഴ്ചയാലല്ല വിശ്വാസത്താലേ വാഴ്ചയെ നീ നിത്യം ചേർത്തവരേ താഴ്ചയാലല്ല വിശ്വാസത്താലേ വാഴ്ചയെ നീ നിത്യം ചേർത്തവരേ സ്വന്തം പാടുക നീ മനമേ ജയം നൽകിടും നിശ്ചയമായി സ്വന്തം പാടുക നീ മനമേ ജയം നൽകിടും നിശ്ചയമായി സ്വന്തം പാടുക നീ മനമേ ജയം നൽകിടും നിശ്ചയമേ സ്വന്തം പാടുക നീ മനമേ ജയം നൽകിടും നിശ്ചയമേ ശക്തിയോടെ ശക്തിയോടെ ആത്മാവിനെ ദൈവത്തെ ആരാധിച്ചു മറച്ചുകൊടുക്കട്ടെ
Glory to God, Jesus. Shipala Baba Shantire. Rabal Hatunia Dura Jagal Hasha Pragaduni Bigadagadi. Rekareba Sikiria Tura Jale Hatanadira. Udagamadagadi Bigala Hasha Pragadura Radara. Chudani Atikara Baba Sandere. Eshividere Tatal. Eshikrisvidere Tatal Jayo. Oh, Rababa Shanti. Rabatuna de la Jamana Hoshia. Thank you, Lord Jesus. Praise you, Jesus. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ ദൈവസന്നിധാനത്തിൽ വണക്കാമല്ലോ. ഈ പ്രഭാതവേളയിൽ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഒരുമിച്ച് കൂടി വന്ന് നമ്മുടെ വീണ്ടെടുപ്പുകാരനായ നമ്മുടെ കർത്താവിനെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ സർവകൃപാലുവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു അവസരം കൂടെ നൽകിയല്ലോ. സമബഹുലമായ കഴിഞ്ഞ ദിനങ്ങളിൽ ദൈവമായ കർത്താവ് നമ്മെ അത്ഭുതകരമായി അതിശയകരമായി പരിപാലിച്ചു. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതയാത്രകൾ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചവരുടെയായി ശാരീരിക, ആത്മീയ, മാനസിക, ഭൗതികമായ വിടുതലുകളും നന്മകളും അനുഗ്രഹങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നൽകി നമ്മുടെ ദൈവം നമ്മെ ജയോത്സവമായി നടത്തി. കഴിഞ്ഞ രാത്രിവേള വിശ്രമത്തിന് നാം കിടന്നു. യഹോവ നമ്മെ താങ്ങിയതിനാൽ ഉണർന്നെഴുന്നേൽപ്പാൻ ദൈവത്തിന്റെ വൻ കൃപകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത് മഹത്വം കൊടുക്കുവാൻ ദൈവമായ കർത്താവ് നമുക്ക് സാവകാശം ഒരുക്കി തന്നല്ലോ. ഇന്ന് പകൽവേളയിലെ വിശുദ്ധ സഭായോഗം ഏറ്റവും അനുഗ്രഹമായി തീരണം. ദൈവമക്കൾ ഒരുമിച്ച് കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുന്നത് ദൈവത്തിന്റെ നാമത്തിന് മഹത്വമായി തീരുവാൻ കടന്നു വന്ന ഏവർക്കും അനുഗ്രഹമായി തീരണയാകേണ്ടത് ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിവിധ പ്രതിസന്ധികൾ, ഭാരങ്ങൾ, വേദനകൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന സമയങ്ങളിലെല്ലാം ദൈവത്തിന്റെ കരം നമ്മെ താങ്ങി നടത്തുവാനിടയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. മുൻപോട്ട് പോകുന്ന എങ്ങനെയെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ട ദിവസങ്ങളിൽ ഹല്ലേലൂയ, മകനെ ഇതുവഴി നടന്നു, മകളെ ഇതുവഴി നടന്നു കൊള്ളുക, ഇതാകുന്നു വഴി എന്നുള്ള ഇമ്പമായ ശബ്ദം നമ്മുടെ കാതുകൾ കേൾപ്പിച്ച് നമുക്ക് ധൈര്യം പകർന്നു നൽകി, ശക്തി നമ്മിൽ നൽകി, ബലം നമ്മിൽ പകർന്നു നമ്മെ ഇത്രത്തോളം കൊണ്ടുവന്നല്ലോ. വഴുതി പോകാൻ സംഗതി വരാതെ വണ്ണം, വഴുതി പോകേണ്ട അനേക സാഹചര്യങ്ങളിൽ വീണു പോകാതെ, വഴുതി പോകാതെ ദൈവത്തിന്റെ കരത്തിനുള്ളിൽ നമ്മെ ഹല്ലേലൂയ ഹല്ലേലൂയ വഹിച്ച് നമ്മെ പരിപാലിച്ച് നടത്തുവാനിടയായി ഇന്ന് പകൽ വേള സന്തോഷത്തോടെ കടന്നു ദൈവത്തെ ആരാധിപ്പാൻ നമുക്കിടയായല്ലോ. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുന്നതിനായി ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നടക്കുന്ന ശുശ്രൂഷകളൊക്കെ ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് പരിശുദ്ധാത്മാവിന് വലിയ പകർച്ച നമ്മുടെ മധ്യം ഉണ്ടാകേണ്ടതിന് ആത്മാവിൽ ആരംഭിച്ച് ആത്മാവിൽ അവസാനിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മയായി ഇന്ന് പകൽ സമയത്തെ സഭായോഗത്തെ ദൈവം തീർക്കേണ്ടതിനായി ദൈവക്രമം നമ്മിൽ ഓരോ വെളിപ്പെടേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. പാടുവാൻ ദൈവം ബലപ്പെടുത്തിയല്ലോ, പിന്നെയും ആത്മാവിൽ പാടുവാൻ, ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മെ ശക്തീകരിക്കേണ്ടതിന് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ, ആത്മാവിൽ ആരാധിപ്പാൻ, ആത്മാവിൽ സൂക്ഷിപ്പാനൊക്കെ ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കും. പ്രത്യേകാൽ കർത്താവിന്റെ വലിയൊരു മേശ നമ്മുടെ മധ്യമുണ്ട്. വളരെ പ്രാഗൽഭ്യത്തോട് ഇതിൽ പങ്കുകാരായി തീരുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തേണ്ടതിനായി
ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവം ഹല്ലേലൂയ ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. നമ്മെ ഒന്ന് ശുദ്ധീകരിക്കേണ്ടതിനായി, ഒരിക്കൽ കൂടെ ദൈവം നമ്മെ ഒന്ന് കഴുകേണ്ടതിനായി, പുണ്യാഹരക്തത്താൽ നമ്മെ വിശുദ്ധീകരിക്കേണ്ടതിനായി, കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ നമ്മിൽ വന്നു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും വീഴ്ചതാഴ്ചകളും ദൈവം നമ്മൾ ക്ഷമിക്കണം. നമ്മുടെ സംസാരത്തിൽ, ചിന്തയിൽ, നമ്മുടെ പ്രവൃത്തിയിൽ, നോട്ടത്തിൽ, ഇടപാടുകളിൽ, നിരൂപണങ്ങളൊക്കെ വന്നു പോയ അലക്കുറവശകൾ ദൈവം നമ്മോട് ക്ഷമിച്ച് നമ്മെ കഴുകി ശുദ്ധീകരിച്ച് കർത്താവിന്റെ മേശയിൽ പങ്കാരായി തീരുവാൻ നമ്മെ യോഗ്യരാക്കി തീർക്കേണ്ടതിനായി ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. വിശേഷിയാൽ നമ്മുടെ പ്രിയ സഹോദരൻ പിരുവി തോമസിന്റെ മാതാവ് ഈ പ്രഭാതവേളയിൽ താൻ പ്രിയം വെച്ച കർത്തൃസിൽ ചേർക്കപ്പെട്ടു. അതിന്റെ ദുഃഖത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ആയിരിക്കുന്നു. ദൈവം അവരെ ആശ്വസിപ്പിക്കേണ്ടതിനായി, ദൈവിക സമാധാനം കൊണ്ട് അവരുടെ ഹൃദയങ്ങളെ നിറയ്ക്കേണ്ടതിനായി ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹാലിൽ വിഷയങ്ങളെല്ലാം ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിപ്പിക്കുന്ന സഹോദരന്മാരുടെ ആൾക്ക് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാമല്ലോ. അടിങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, വീണ്ടും അപ്പച്ചൻ്റെ പാദപീഠത്തിലേക്ക് കർത്താവേ, 7-ാം മാസത്തിൻ്റെ അവസാന ദിവസത്തിൽ സഭായോഗമായി ഞാൻ കടന്നു വരുവാൻ ദൈവം ഒഴിക്കുന്ന നല്ല സാവായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ മാസത്തിൻ്റെ ആരംഭം മുതൽ ഇതുവരെ ഞങ്ങളെ സൂക്ഷിച്ച ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. കർത്താവെ, ഞങ്ങൾ എത്രയിടത്ത് യാത്ര ചെയ്തു, എൻ്റെ അപ്പച്ചൻ്റെ സാന്നിധ്യം കൂടെ ഇരുന്നു. ഞങ്ങളെ സൂക്ഷിച്ച ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. കർത്താവെ, ഇന്ന് പകൽ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവസന്നിധി നിങ്ങളായിരിക്കുന്നു. കർത്താവ് ഇതുവരെയായിട്ട് വന്നിട്ടില്ലാതെ അറിയിക്കുന്ന കർത്താവിൻ്റെ വേഷയിൽ പങ്കുകൊള്ളാൻ ഞങ്ങളതിന് പ്രാഗൽഭ്യരാക്കി തീർക്കണമേ. എൻ്റെ ദൈവമേ, എൻ്റെ അപ്പച്ചൻ്റെ വരവേ ഏറ്റവും അടുത്തിരിക്കുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ വിശുദ്ധിയുള്ള ജീവിതം നയിപ്പാൻ തക്കണം. കർത്താവെ, ഹാലലിയ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം ഒരുക്കുന്ന നല്ല സാവാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നടക്കുന്ന പ്രാർത്ഥന, ഇന്ന് നടക്കുന്ന കർത്താവെ വചന ശുശ്രൂഷ, സങ്കീർത്തനങ്ങൾ, കർത്താവെ പ്രബോധനങ്ങൾ, കർത്താവെ സാക്ഷ്യങ്ങളെല്ലാം ദൈവത പ്രകാരമായി കർത്താവ് സഹായിക്കണമേ. സൂക്ഷിപ്പാൻ തക്കണോ ദാസന്മാരെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. ഞങ്ങൾ ഓരോരുത്തരെ അപ്പച്ചൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവെ, കർത്താവ് പ്രസാദമുള്ള യാഗമായി തീരുവാൻ, ദൈവത്തിന് പ്രസാദമുള്ള കർത്താവെ ഹാലടിയ യാഗമായി തീരുവാൻ പ്രാർത്ഥിപ്പാൻ തക്കണം നിങ്ങളെ ഒരുക്കുന്നതേക്കായി സോട്ടം. ഞങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം, ഞങ്ങളുടെ നിരൂപണങ്ങളെ അറിയുന്ന ദൈവം, ഇന്ന് പകൽ അപ്പച്ചൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉള്ളവരായി നന്ദിയോടെ സ്തോത്രം ചെയ്തു. ഞങ്ങളെ ഓരോരുത്തരെ ദൈവം സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിനായി സ്തോത്രം, ദൈവത്തിൻ്റെ കരുണയ്ക്കായി സ്തോത്രം, ദൈവത്തിൻ്റെ ഹാലി വിശ്വസതയ്ക്കായി സ്തോത്രം. കർത്താവെ, ദൈവത്തിൻ്റെ കരുണയെ ദൈവം ഞങ്ങളുടെ മധ്യമുള്ളവരായി സ്തോത്രം. ഇന്ന് പോലെ കർത്താവെ, ഞങ്ങൾ വന്നതുപോലല്ല കർത്താവെ, കർത്താവെ അനുഗ്രഹം പ്രാഴ്ച വിടുതൽ പ്രാഴ്ചവാൻ കർത്താവ് സഹായിക്കണേ. ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങൾ കുറവുള്ളവരാണ് കർത്താവെ. ഞങ്ങളെ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ഹാലലിയ വചനത്തിനായി സ്തോത്രം. വചനം എന്ന കണ്ണാടി കൂടെ ഞങ്ങളെ തന്നെ നോക്കുമ്പോൾ ഞങ്ങളുടെ കുറവുകളെ മനസ്സിലാക്കി ഈ നാളുകളിൽ കർത്താവെ ഞങ്ങൾ ക്രമീകരണം പ്രാവശ്യിപ്പാൻ കർത്താവ് സഹായിക്കണമേ. ദൈവം ഇന്ന് പാലും ഞങ്ങളുടെ മധ്യമുള്ളവരായി സ്തോത്രം. അപ്പച്ചൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉള്ളവനായി സ്തോത്രം. സകലമാർത്തും എൻ്റെ അപ്പം ചേരുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്കെല്ലാവർക്കും ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിന്ന് 138-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. സങ്കീർത്തനം. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും, ദേവന്മാരുടെ മുമ്പാകെ ഞാൻ നിന്നെ കീർത്തിക്കും. ഞാൻ നിന്റെ വിശുദ്ധമന്ത്രിയെ നോക്കി നമസ്കരിച്ച് നിന്റെ ദയയും വിശുദ്ധയും നിമിത്തം തിരുനാമത്തിന് സ്തോത്രം ചെയ്യും. നിന്റെ നാമത്തിന് മീതൊക്കെയും നീ നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി, എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. യഹോവേ, ഭൂമിയിലെ സകല രാജാക്കന്മാരും നിന്റെ വായിൻ വചനങ്ങളെ കേട്ടിട്ട് നിനക്ക് സ്തോത്രം ചെയ്യും. അതേ, അവർ യഹോവയുടെ വഴികളെ കുറിച്ച് പാടും. യഹോവയുടെ മഹത്വം വലിയതാകുന്നുവല്ലോ. യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു, ഗർവ്യയോൻ ദൂരത്ത് നിന്ന് അറിയുന്നു. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും, നിന്റെ വലം കൈ എന്നെ രക്ഷിക്കും. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. യഹോവേ, നിന്റെ ദയയിലേക്കുള്ളത് തൃക്കളുടെ പ്രവൃത്തി ഉപേക്ഷിക്കുകയും അരുതേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. ദേവന്മാരുടെ മുമ്പാകെ ഞാൻ നിന്നെ കീർത്തിക്കും. യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവരെ കടയക്ഷിക്കുന്നു. ഗർവിയെയോ അവൻ ദൂരത്തുനിന്ന് അറിയുന്നു. നമ്മുടെ ഹൃദയങ്ങളെ ഒരുപോലെ അറിയ ദൈവത്തിന്റെ സന്നിധാനത്തിൽ ഇന്ന് പകൽവേള നാം ഒരുമിച്ച് കടന്നു ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ നമുക്ക് അവസരം ലഭിച്ചുവല്ലോ. ഇന്ന് പകൽവേള നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ആരാധന ദൈവനാമത്തിന് മഹത്വമായി തീരുവാൻ നമ്മുടെ ഉള്ളകളെ അറിയുന്ന ദൈവത്തിന്റെ സന്നിധാനത്തിൽ നമ്മെ തലേ സമർപ്പിക്കട്ടെ. ഹല്ലേലൂയ. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. നമുക്ക് വേണ്ടി നല്ലൊരു അവസാനം വരുത്തുന്ന ദൈവം, നമ്മുടെ കാര്യങ്ങളുടെ മേൽ നല്ലൊരു അവസാനം വരുത്തുന്ന ദൈവത്തിന്റെ സന്നിധാനത്തിൽ ഇന്ന് പകൽവേള നമ്മെ തന്നെ സമർപ്പിക്കാം. ആ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ദൈവത്തെക്കാൾ വലിയൊരു ദൈവം വേറെ ആരുമില്ല. നമ്മെ സ്നേഹിക്കുവാൻ, നമ്മെ നടത്തുവാൻ, നമ്മെ താങ്ങുവാൻ, നമ്മെ സൂക്ഷിപ്പാൻ നമ്മെ പോലൊരു ദൈവം വേറെ ആരുമില്ല. നമ്മുടെ ദൈവത്തെ പോലൊരു ദൈവം വേറെ ആരുമില്ല. ആ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കട്ടെ. ആ ദൈവത്തെ മാത്രം സ്നേഹിപ്പാൻ, ആ ദൈവത്തെ മാത്രം ആരാധിപ്പാൻ ഇന്ന് പകൽവേള നമ്മെ തന്നെ ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മെ തന്നെ സമർപ്പിച്ച് ഒരു പാട്ടിന്റെ ചില ചരണങ്ങൾ കൂടെ പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താമല്ലോ. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കുന്നില്ല ഞാൻ യേശുവേ. സ്തോത്രം. Praise Jesus. വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. നീ എനിക്കായി ചെയ്തതും, നീ എനിക്കായി ചെയ്തതും, നീ എനിക്കായി ചെയ്തതും, നീ എനിക്കായി ചെയ്തതും ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആദ്യനും അന്ത്യനുമായോരേ, ജീവൻ ഉറവിടമായോരേ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയയാഗമായോരേ. ആദ്യനും അന്ത്യനുമായോരേ, ജീവൻ ഉറവിടമായോരേ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയ
എനിക്കായി ചെയ്തതും നീ എനിക്കായി ചെയ്തതും നീ എനിക്കായി ചെയ്തതും നീ എനിക്കായി ചെയ്തതും ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. നമുക്കെല്ലാവരും കൂടെ ചേർന്ന് കരങ്ങളെ അടിച്ച് ഒരു പാട്ടുകൂടെ പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാമല്ലോ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾക്ക് ആനന്ദദായകം. ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾക്ക് ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾക്ക് ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. കഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ, ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോൾ, ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ, ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോൾ, സ്വന്തം സഹോദരർ തള്ളിക്കളയുമ്പോൾ യോസേഫിൻ ദൈവമേ കൂട്ടാളിയാണ്. സ്വന്തം സഹോദരർ തള്ളിക്കളയുമ്പോൾ യോസേഫിൻ ദൈവമേ കൂട്ടാളിയാണ്. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾക്ക് ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾക്ക് ആനന്ദദായകം. അന്ധകാരം ഭൂമിയിൽ വ്യാപരിച്ചിടുമ്പോൾ, രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ, അന്ധകാരം ഭൂമിയിൽ വ്യാപരിച്ചിടുമ്പോൾ, രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ, അത്തികുണ്ടത്തിലോ സിംഹക്കുഴിയിലോ ദാനിയേലിൻ ദൈവമേ കൂട്ടാളിയാണ്. അത്തികുണ്ടത്തിലോ സിംഹക്കുഴിയിലോ ദാനിയേലിൻ ദൈവമേ കൂട്ടാളിയാണ്. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾക്ക് ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾക്ക് ആനന്ദദായകം. ഇത്ര നല്ലിടയെ ഉത്തമ സ്നേഹിതൻ നിത്യനം രാജാവൻ കൂട്ടാളിയായ. ഇത്ര നല്ലിടയെ ഉത്തമ സ്നേഹിതൻ നിത്യനം രാജാവേ കൂട്ടാളിയായ.
പാട്ടുപാടും. എന്തിനി ഭാരങ്ങൾ, എന്തിനി വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കാഹള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി, കഷ്ടങ്ങളേറ്റയൻ പ്രിയനെ കാണാറായി. കാഹള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി, കഷ്ടങ്ങളേറ്റയൻ പ്രിയനെ കാണാറായി. എന്നു നീ വന്നിടൂ, എപ്പോൾ നീ വന്നിടൂ, നോക്കിയാൽ വന്നേണം പ്രിയരെ. എന്നു നീ വന്നിടൂ, എപ്പോൾ നീ വന്നിടൂ, എത്ര നാൾ നോക്കിയാൽ വന്നേണം പ്രിയരെ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. അന്ധകാരം ഭൂമിൽ വ്യാപരിച്ചിടുമ്പോൾ, രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ. അന്ധകാരം ഭൂമിൽ വ്യാപരിച്ചിടുമ്പോൾ, രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ. ദൈവമേ കൂട്ടാളിയാണ്. ദൈവമേ കൂട്ടാളിയാണ്. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ, നിത്യനാം രാജാവൻ കൂട്ടാളിയാണ്. ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ, നിത്യനാം രാജാവൻ കൂട്ടാളിയാണ്. എന്തിനി ഭാരങ്ങൾ, എന്തിനി വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. എന്തിനി ഭാരങ്ങൾ, എന്തിനി വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കാഹള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി, കഷ്ടങ്ങളേറ്റയൻ പ്രിയനെ കാണാനോ. കാഹള ശബ്ദങ്ങൾ പ്രിയനെ കാണാനോ. എന്നു നീ വന്നിടൂ, എപ്പോൾ നീ വന്നിടൂ, എത്ര നാൾ നോക്കിയാൽ വന്നേണം പ്രിയരെ. എന്നു നീ വന്നിടൂ, എപ്പോൾ നീ വന്നിടൂ, എത്ര നാൾ നോക്കിയാൽ വന്നേണം പ്രിയരെ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും, കഷ്ടങ്ങൾ വന്നാലും, ക്രിസ്തേശുനായകൻ കൂട്ടാളിയാണ്. കഷ്ടങ്ങൾ വന്നാലും, കഷ്ടങ്ങൾ വന്നാലും, ക്രിസ്തേശുനായകൻ കൂട്ടാളിയാണ്. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. 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 Hallelujah.
Praise you, Jesus. Praise you, Lord. Hallelujah. പരിശുദ്ധ കർത്താവേ, ഒരു നിമിഷം കൂടെ ഞങ്ങളെ സമർപ്പിക്കും. ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന എല്ലാ ദൈവകൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയും. ഞങ്ങളുടെ പാദപീഠത്തിൽ ഒരു പ്രാവശ്യം കൂടെ കടന്നു വന്നെങ്കിൽ ആരാധിപ്പാൻ, അങ്ങേ സ്തുതിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകിയല്ലോ. പാടുവാൻ പ്രാർത്ഥിപ്പാനൊക്കെ ബലപ്പെടുത്തി നല്ല സംഗീതം ഞങ്ങൾക്ക് നൽകിയ സ്തോത്രം. ഞങ്ങളുടെ ഇടപെടണം, സംസാരിക്കണം കർത്താവേ. അനുഗ്രഹത്തോടെ ആശ്വാസത്തോടെ വിടുതലോടെ ഞങ്ങളെ മടക്കി അയക്കും. കൃപ പകരും. എളിയവരെ തൃക്കരങ്ങളെ ഏൽപ്പിക്കുന്നു. ക്രിസ്തയേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്വർഗീയ പിതാവ്. എല്ലാവർക്കും ഇരിക്കാം. Praise the Lord. Hallelujah. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവസന്നിധാനത്തിൽ ഒരു പ്രാവശ്യം കൂടെ ഒരുമിച്ച് കൂടി വന്ന് നമ്മുടെ ദൈവത്തെ സ്തുതിപ്പാൻ, മുഖത്തപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ തക്കവണ്ണം കർത്താവ് നൽകിയ നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. മരിച്ചവരും മൗനയിലിറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കാതിരിക്കുമ്പോൾ നാമോ ഇന്നു മുതൽ എന്നേക്കും ദൈവത്തെ യഹോവയുടെ നാമത്തെ വാഴ്ത്തുമുള്ള വചനപ്രകാരം ആയുസ്സും ആരോഗ്യവുമുള്ളവരായിട്ട് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മെ സഹായിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തകൾക്കായി സ്തോത്രം. ഓരോ ദിവസവും നമ്മെ ദൈവം നടത്തുന്ന വിധങ്ങളും വഴികളും ഓർത്താൽ നമ്മുടെ ആഗ്രഹങ്ങൾക്കും നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ നിരൂപണങ്ങൾക്കും അപ്പുറമായി നമ്മെ ജയോത്സവമായി, നമ്മെ ക്ഷേമമായി നമ്മുടെ കർത്താവ് വഴി നടത്തും. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മെ ദൈവം പരിപാലിച്ചത് നിമിത്തം, സൂക്ഷിച്ചത് നിമിത്തം ഇന്ന് പകൽവേളയിൽ ദൈവപാദപീഠത്തിൽ കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം കൃപ ചെയ്തല്ലോ. ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് നന്ദിയുള്ളവരായി ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ
നമുക്കായിരിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയിൽ ഓർപ്പിച്ചതുപോലെ നമ്മുടെ പ്രിയ സഹോദരൻ ബിനു വി തോമസിൻ്റെ മാതാവ് ഈ കഴിഞ്ഞ പ്രഭാതത്തിൽ താൻ പ്രിയം വെച്ച കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെടുവാനിടയായി. കഴിഞ്ഞ രാത്രിവേള ആ വിഷയത്തെ ഓർത്ത് ദിവസത്തിൽ പ്രാർത്ഥിപ്പാൻ ദൈവം നമുക്ക് അവസരം നൽകി. പ്രിയ സഹോദരനുള്ള ബന്ധത്തിൽ കഴിഞ്ഞ രാത്രിവേള പ്രിയ മാതാവിൻ്റെ ശരീരമായ അല്പമല്ലാത്ത ക്ലേശ നിമിത്തം കടന്നു പോകാനിടയായി. താൻ യാത്രയിലായിരിക്കുന്ന സമയത്താണ് പ്രിയ മാതാവ് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട നിത്യത്തിലേക്ക് പ്രവേശിപ്പാനിടയായി തീർന്നത്. ദുഃഖത്തിൽ പ്രിയപ്പെട്ടവരായിരിക്കുന്നു. ദൈവം അവരെ ആശ്വസിപ്പിക്കേണ്ടതിനായി, ദൈവിക സമാധാനം കൊണ്ട് അവരുടെ ഹൃദയങ്ങളെ നിറയ്ക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ദൈവം സഹായിക്കട്ടെ. ഇത് പകൽവേള നമ്മുടെ അക്ഷതയ്ക്കായിട്ട് നാം വായിച്ചത് വാക്യപ്രതി വാക്യമായി പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് 138 സങ്കീർത്തനമാണ്. ദൈവത്തിൽ നിന്നുള്ള പ്രീതിക്കായിട്ട്, ദൈവിക അനുഗ്രഹത്തിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവഭക്തനായ ദാവീദിൻ്റെ ഒരു സ്തോത്ര സങ്കീർത്തനമായി ഈ 138 സങ്കീർത്തനത്തെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. ഞാൻ ഏത് സാഹചര്യത്തിലായിരുന്നാലും, ആരുടെ നടുവിലായിരുന്നാലും, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ ദൈവത്തെ സ്തുതിക്കും എന്നുള്ള തൻ്റെ തീരുമാനം താൻ ഒരിക്കൽ കൂടെ ഉറപ്പിച്ച് പറയുകയാണ്, പ്രസ്താവിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും, ദേവന്മാരുടെ മുൻപാകെ ഞാൻ നിന്നെ കീർത്തിക്കും. എത്ര ഉന്നതന്മാർ എൻ്റെ മുമ്പിൽ ഉണ്ടെന്ന് വന്നാലും, എത്ര ശ്രേഷ്ഠന്മാർ എൻ്റെ മുൻപിലാണ് ഞാൻ നിൽക്കുന്നത് വന്നാലും, അവരെക്കാൾ ശ്രേഷ്ഠനായ എൻ്റെ ദൈവത്തെ, അവരെക്കാൾ ഉന്നതനായ എൻ്റെ ദൈവത്തെ, അത്യുന്നതനായ എൻ്റെ ദൈവത്തെ സ്തോത്രം, സ്ഥല കാല ഭേദം കൂടാതെ ഞാൻ ആരാധിക്കും, മഹത്വപ്പെടുത്തുമെന്ന് ഹല്ലേലൂയ താൻ ഉറപ്പിച്ചു പറയും. ഈ സങ്കീർത്തനം മുഴുവൻ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഭാഗം, ദൈവം താഴ്മയുള്ളവരെ കടാക്ഷിക്കുന്ന ദൈവമാണ്. ഈ സങ്കീർത്തനത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ആരാധന, ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിക്കുന്ന, ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഒരു പ്രതിഷ്ഠയായിട്ട് കണ്ടുകൊണ്ടല്ല, അതിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ദൈവിക സാന്നിധ്യം, അതിനകത്ത് തിങ്ങി നിൽക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം, അത് അനുഭവിച്ചറിഞ്ഞ് അതേ മഹത്വത്തോടുകൂടെ ഞാനൊരു ദൈവത്തെ ആരാധിക്കുമെന്ന് പറയും. ഞാനൊന്നുകൂടെ ഓർപ്പിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിപ്പാൻ, കണ്ടുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഒരു പ്രതിഷ്ഠയോ മറ്റ് ഏതെങ്കിലും വസ്തുക്കളോ നമ്മുടെ മുമ്പിലില്ല. അങ്ങനെ ഒരു വസ്തുവായിട്ട് കണ്ട് പ്രാർത്ഥിക്കുക ആണെന്നല്ല താൻ പറയുന്നത്. താൻ പറയുന്നത് ആലയത്തിനകത്തൊരു ദൈവ മഹത്വം നിറഞ്ഞു നിൽപ്പുണ്ട്. യെരൂശലേം ദൈവാലയത്തിനകത്ത് സ്തോത്രം ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കാരണം അതിനകത്ത് നിയമപ്പെട്ടകമുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിനകത്ത് ദൈവത്തിൻ്റെ പെട്ടകമുണ്ടായിരുന്നു. ആ പെട്ടകത്തിൽ ആവസിച്ച ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചുകൊണ്ട്, അല്ലെ അത് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് അതിനെ നോക്കി ഞാൻ ദൈവത്തെ ആരാധിക്കും, ഞാൻ ദൈവത്തെ സ്തുതിക്കും. സ്തോത്രം എന്ന് പറഞ്ഞാൽ എൻ്റെ ശ്രദ്ധ വിട്ടുപോകാതെ, സ്തോത്രം ചഞ്ചലിച്ചു പോകാതെ ഞാൻ ദൈവത്തെ ആരാധിക്കുമ്പോഴും എൻ്റെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രം, എൻ്റെ ആരാധനാ പുരുഷൻ എൻ്റെ ദൈവമാണ്, ദൈവത്തിൻ്റെ മഹത്വമാണ്. അത് ദർശിച്ച് ഞാൻ ദൈവത്തെ ആരാധിക്കും. സ്തോത്രം. ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിച്ച് നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം തിരുനാമത്തിന് എന്ത് ചെയ്യും? സ്തോത്രം ചെയ്യും. ദൈവത്തിൻ്റെ മഹത്വം കണ്ടുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കും. എന്തൊക്കെ നിമിത്തമാണ്? ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ വിശ്വസ്തത. ഞാൻ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയയാലാണ്. സ്തോത്രം. ഞാൻ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. സ്തോത്രം. വിലാപങ്ങളുടെ പുസ്തകത്തിൽ ലേഖനകർത്താവ് പുസ്തക രചിച്ചതായ ഇരമ്യാവാണ് പുസ്തകം രചിച്ചതെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടും. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, പ്രവാചകൻ പറയുകയാണ്, ഞാൻ മുടിഞ്ഞു പോകാതിരിക്കുന്നത്
യഹോവയുടെ ദയയാകുന്നു. ഈ സ്തോത്രം 30 വർഷം, 50 വർഷം, 60 വർഷം, 70 വർഷം, 80 വർഷം അല്ല, ദൈവം നമുക്ക് നൽകുന്ന ആയുസിന്റെ ദൈർഘ്യം എത്രയോ അത്രയും ദൈർഘ്യത്തിലും സ്തോത്രം ഞാൻ മുടിഞ്ഞു പോകാതെ നിൽക്കുന്നത്, ഞാൻ നശിച്ചു പോകാതെ നിൽക്കുന്നത്, ഞാൻ തകർന്നു പോകാതെ നിൽക്കുന്നത് എൻ്റെ ദൈവത്തിന് എന്നോടുള്ള ദയയാണ്, എൻ്റെ ദൈവത്തിന് എന്നോടുള്ള വിശ്വസ്തതയാണ്. അത് അറിയാവുന്ന ഞാൻ അത് നിമിത്തം എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. അത് അംഗീകരിക്കുന്ന ഞാൻ. ഇത് പലപ്പോഴും പലർക്കും അത് അംഗീകരിക്കാൻ കഴിയില്ല. അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞതിന്റെ കാരണം അത് ഓർത്തൊന്നും അല്ല പലപ്പോഴും ജീവിക്കുന്നത്. അതൊന്നും ഓർത്തല്ല പലപ്പോഴും ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നുകൊണ്ട് നാം ആയിരിക്കുന്നത്. സ്തോത്രം. ദൈവമക്കളെ, പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് നമ്മുടെ അധ്വാനത്തിൻ്റെ ശ്രേഷ്ഠത, അല്ലെങ്കിൽ നമുക്ക് ലഭിച്ച അധ്വാനത്തിൽ ലഭിച്ച ഭൗതിക നന്മകളുടെ അല്ലെങ്കിൽ വലുപ്പം നിമിത്തമോ, അല്ലെങ്കിൽ നമ്മുടെ കഴിവോ, നമ്മുടെ സൗന്ദര്യമോ, മറ്റെന്തെങ്കിലും വൈശിഷ്ട്യമായ അനുഭവങ്ങളോ നിമിത്തമാണ് ഞാൻ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. അല്ലവേ അല്ല. അല്ലെങ്കിൽ അതൊന്നുമല്ല. നാം ഈ ഭൂമിയിൽ ജീവനോട് നിലനിൽക്കുന്നതിന് കാരണം പിന്നെയോ എൻ്റെ ദൈവത്തിൻ്റെ ദയയാണ്, എൻ്റെ ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. ഞാൻ മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാണ്. ഈ തിരക്കര പട്ടണത്തിൽ ജീവിത അല്ലെങ്കിൽ പ്രാരാബ്ധങ്ങളുടെ നടുവിൽ വൈഷമ്യമായ പല അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു. ഓരോ നിമിഷവും എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ട ദിനങ്ങൾ, എണ്ണി എണ്ണി കഴിഞ്ഞ ദിനങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ഇതിനൊക്കെ ഞാൻ എങ്ങനെ അഭിമുഖീകരിച്ച് മുൻപോട്ട് പോകും, അടുത്ത നിമിഷം ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ട ആ സന്ദർഭങ്ങളൊക്കെ അവിടെ എല്ലാം നമ്മെ താങ്ങിയ ഒരു കരമുണ്ട്. അവിടെ എല്ലാം നമ്മെ ഉയർത്തിപ്പിടിച്ച ഒരു നല്ല കരമുണ്ട്. അത് നമ്മുടെ ദൈവത്തിന്റെ കരമാണ്. അത് ദൈവത്തിന്റെ ദയ. നമ്മോട് ദൈവം ചെയ്ത വാഗ്ദത്തത്തിന്റെ, ദൈവത്തിന്റെ വിശ്വസ്തതയെ, വാഗ്ദത്തത്തിന് മേലുള്ള ദൈവത്തിന്റെ വിശ്വസ്തതയെ നാം മുടിഞ്ഞു പോകാതെ ഇന്ന് വരെ കടന്നു വരുവാൻ കാരണമായത്. ശ്രദ്ധിക്കട്ടെ, ദാവീദ് പറയുക, സ്തോത്രം, നിന്റെ ദയയും വിശ്വസ്തത നിമിത്തം തിരുനാമത്തിന് ഞാൻ സ്തോത്രം ചെയ്യും. നിന്റെ നാമത്തിന് മീതെയൊക്കെയും നിന്റെ വാഗ്ദാനം നീ മഹിമപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. എന്താ കാരണം? ദൈവത്തിന്റെ വാഗ്ദത്തം ദൈവം നിവർത്തിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ വാഗ്ദത്തം മഹിമപ്പെടുത്തി, അവന്റെ വാഗ്ദത്തം ദൈവം നിവർത്തിച്ചു. വാഗ്ദത്തം നിവർത്തിച്ചിട്ട് അവന്റെ മഹത്വം വെളിപ്പെടുത്തി. എന്താ? സ്തോത്രം. ദൈവം വിശ്വസ്തനാണെന്നുള്ളത്, ദൈവം വാക്കുമാറാത്ത ദൈവമാണെന്നുള്ളത്, അല്ല, ദൈവം തന്റെ ജനത്തോട് ചെയ്തിട്ടുള്ള തന്റെ വാഗ്ദത്തങ്ങൾ. ഇന്ന് പകൽവേള ഒരു വിചിന്തനത്തിന് നമ്മൾ തയ്യാറാകണം. കഴിഞ്ഞ നാളുകൾ ദൈവം നമ്മോട് ചെയ്തിട്ടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ, നമ്മോട് ചെയ്തിട്ടുള്ള ദൈവത്തിന്റെ ഉടമ്പടികൾ ദൈവം ഇന്ന് വരെ ലംഘിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മൾ ലംഘിച്ചു. ദൈവം നമ്മോട് ചെയ്ത വാഗ്ദത്തങ്ങൾക്ക് തക്കവണ്ണം, ദൈവത്തിന്റെ വിശ്വസ്തതകൾക്ക് തക്കവണ്ണം നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ കഴിയാതെ ദൈവത്തോടുള്ള നമ്മുടെ ഉടമ്പടികളൊക്കെ പലപ്പോഴും നമ്മൾ ലംഘിച്ചു പോയി, നമ്മൾ മറന്നുപോയി. വാസ്തവത. കാരണം അത് ഓർക്കാൻ നമുക്ക് കഴിയുന്നില്ല, നമ്മൾ മറന്നുപോയി. പക്ഷേ അപ്പോഴും ദൈവം മറന്നില്ല. തന്റെ വാഗ്ദത്തം ദൈവം മറന്നില്ല. നമ്മോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം മറന്നില്ല. തന്റെ വാഗ്ദത്തത്തിന്മേൽ ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തി, ദൈവം തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തി നമ്മെ മാനിച്ചു. അതാണ് പറയുന്നത്, ഹല്ലേലൂയ, നിന്റെ നാമത്തിന് മീതെ ഒക്കെയും നീ നിന്റെ വാഗ്ദത്തം, നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. അടുത്തത്, താൻ പ്രാർത്ഥിക്കാൻ, ദൈവസ്ഥലിൽ ചെല്ലുവാൻ തനിക്കുണ്ടായ പ്രേരണയെ കുറിച്ച് പറയുക. എന്താ കാരണം? എന്താണെന്ന് അറിയാമോ? സ്തോത്രം. ഞാൻ വിളിച്ചപേക്ഷ നാളിൽ തന്നെ നീ എനിക്ക് ഉത്തരം അരുളി. അതാണ് ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള നമ്മുടെ പ്രേരണ. സ്തോത്രം. ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണെന്നുള്ള അല്ലെങ്കിൽ ഉൾബോധമാണ്, ആ ബോധ്യമാണ് ദൈവത്തിൻ്റെ സ്ഥലം പിന്നെയും പിന്നെയും ചെയ്ത് പ്രാർത്ഥിപ്പാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം. 68-ാം സങ്കീർത്തനത്തിൽ വായിക്കും, ഇങ്ങനെയാണ് ആ സ്തോത്രം, പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ സകല ജഡവും നിന്റെ അടുക്കിലേക്ക് വരുന്നു. നമ്മുടെ ദൈവത്തിന്റെ ഒരു മറുപേരാണ് പ്രാർത്ഥന കേൾക്കുന്നവൻ. സ്തോത്രം. ഒരു നാമവിശേഷണമാണ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എന്നുള്ളത്. അല്ലെ, പ്രാർത്ഥന കേൾക്കുന്നവരായുള്ളവേ സകല ജഡവും നിന്റെ അടുക്കിലേക്ക് വരുന്നത്.
ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളത്. പക്ഷേ അതിനേക്കാൾ അപ്പുറമായി മറ്റൊന്നും കൂടെ നാം ചിന്തിക്കണം. ഞാൻ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്ന എൻ്റെ പ്രാർത്ഥന കേട്ടത് കൊണ്ട് മാത്രമല്ല, എനിക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത്, എനിക്ക് വേണ്ടി തന്നെ താൻ യാഗമാക്കി തീർത്ത ആ ദൈവസ്നേഹം ഓർക്കുമ്പോൾ അവൻ്റെ സന്നിധിയിൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ലെങ്കിലും, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മേൽ വിടുതൽ ഉണ്ടായില്ലെങ്കിലും, എൻ്റെ ആവശ്യങ്ങൾ നിറവേറപ്പെട്ടില്ലെങ്കിലും, എൻ്റെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ എന്നെ അടുപ്പിക്കുന്ന, ദൈവത്തോട് അടുപ്പിക്കുന്ന ഘടകം എനിക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്, മറുവിലയായി തീർന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുവാണ് തൻ്റെ പ്രേരണ. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ തന്നെ നീ എനിക്ക് ഉത്തരമരുളി, എൻ്റെ ഉള്ളിൽ ബലം നൽകി, നീ എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കും. എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തി. എന്തിനാ? ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുവാൻ. സ്തോത്രം. ഇതിലെ വാക്കുകളെടുത്ത് അടുത്ത് താഴോട്ട് വായിച്ചു വരുമ്പോൾ സ്തോത്രം. ഇതൊക്കെ കൊണ്ട് യഹോവയായ ദൈവം ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു, ഗർവിയെയോ ദൂരത്ത് നിന്നറിയുന്നു. സ്തോത്രം. ഉന്നതനായ ദൈവം, അത്യുന്നതനായ ദൈവം, മഹിമയിൽ വസിക്കുന്ന നമ്മുടെ ദൈവം, സ്തോത്രം, അത്യുന്നതനാണെങ്കിലും താഴ്മയുള്ളവരോടുകൂടെ വസിക്കുന്നവനാണ്. താഴ്മയുള്ളവരുടെ ഹൃദയത്തിൽ അല്ല അവരോട് ചേർന്ന് വസിക്കുന്നവനാണ് നമ്മുടെ ദൈവം. പക്ഷേ ഗർവികളെ, അഹങ്കാരികളെ ദൈവം എന്ത് ചെയ്യുന്നു? അവൻ്റെ ഉള്ളം വെറുക്കുന്നു എന്ന്. സ്തോത്രം. ഇത് പകൽ വേളം ചിന്തിക്കണേ. നമ്മുടെ ഹൃദയം എങ്ങനെയാണ് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ? ദൈവത്തിൻ്റെ സ്ഥലം നമ്മൾ എങ്ങനെയാണ്? നമ്മൾ താഴ്മയുള്ളവരാണോ? വിനയുള്ളവരാണോ? സ്തോത്രം. പൗലോസ് പറയുന്നത് ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളുണ്ടായി. എന്താ ക്രിസ്തുവേശുള്ള ഭാവം? അവൻ്റെ സ്വഭാവം എന്താ? അവൻ താഴ്മയുള്ളവൻ, അവൻ ദയയുള്ളവൻ, സ്തോത്രം, വിനയമുള്ളവൻ. സ്തോത്രം. ഞാൻ താഴ്മയും വിനയമുള്ളവനാകയാൽ നിങ്ങൾ എന്നോട് ചേർന്ന് എൻ്റെ മുഖമെടുത്ത് എന്നോട് പഠിച്ചു. സ്തോത്രം. ഞാൻ ആരാ? താഴ്മയും മനോവിനയമുള്ളവരോടൊപ്പം വസിക്കുന്ന ദൈവം. നമ്മുടെ ജീവിതത്തിൽ താഴ്മ ധരിക്കാൻ കഴിയും. നമ്മുടെ ദൈവം തന്നെത്താൻ താഴ്ത്തിയവനാണ്. എവിടെ വരെ? ക്രൂശിലെ മരണത്തോളം. പിതാവ് ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കപ്പെടുന്നത് വരെ തന്നെ ചെയ്തു താഴ്ത്തി. മഹിമയുള്ളവൻ, തേജസ് വാരിച്ചുറ്റിയവൻ, സ്തോത്രം, സ്വർഗത്തിലെ മണിമകുടമായിരുന്നവൻ, തൻ്റെ സ്ഥാനമോ മാനമോ അല്ലെങ്കിൽ ഒന്നും ഓർക്കാതെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു. എവിടെ? ക്രൂശിലെ മരണത്തോളം. നമുക്ക് എത്രമാത്രം താഴ്മ ധരിക്കാൻ കഴിയുന്നു? നമുക്ക് ദൈവത്തിൻ്റെ സ്ഥലം എത്ര വിനയമുള്ളവരാകാൻ കഴിയുന്നുണ്ട്? നമ്മേക്കാൾ ശ്രേഷ്ഠനെന്ന് മറ്റുള്ളവരെ എണ്ണാൻ നമുക്ക് കഴിയുന്നുണ്ടോ? കർത്താവ് എന്താ ചെയ്തത്? താൻ തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകിയെന്ന് അല്ലേ? എന്താ കാണിക്കുന്നത്? എന്നേക്കാൾ ശ്രേഷ്ഠനാണ് എൻ്റെ ശിഷ്യന്മാർ, എന്നേക്കാൾ ശ്രേഷ്ഠരാണവർ. സ്തോത്രം. ഞാൻ ദൈവമായിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ, എന്നേക്കാൾ വെറുതെ ദൈവത്തെക്കാൾ വലിയവനാണ് മനുഷ്യനെന്നല്ല പറഞ്ഞത്. തൻ്റെ സ്വഭാവത്തിൻ്റെ വൈശിഷ്ട്യത്തെ തന്നെ താൻ താഴ്ത്തി ഏൽപ്പിച്ചു. തൻ്റെ ശിഷ്യന്മാരുടെ മുൻപാകെ താൻ ഒരു താഴ്മ ധരിച്ചു. ആരെയിൽ ഹല്ലേലൂയ, സ്തോത്രം, ഒരു തുണിയെടുത്ത് ഒരു തോർത്തെടുത്ത് ചുറ്റി, സ്തോത്ര, ശിഷ്യന്മാരുടെ കാൽക്കൽ ഇരുന്ന് അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് അവരുടെ കാൽ കഴുകി അവൻ്റെ ഹല്ലേലൂയ താഴ്മ അവൻ വെളിപ്പെടുത്തി. അവൻ ശുശ്രൂഷിക്കാൻ, ഞാൻ ശുശ്രൂഷ ഏൽക്കാൻ വന്നവനല്ല, ശുശ്രൂഷിക്കാൻ വന്നവൻ. അനേകർക്ക് വേണ്ടി എൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാൻ അത്രേ ഞാൻ വന്നത്. സ്തോത്രം. അപ്പോൾ ദൈവം തൻ്റെ ദൗത്യം ഓരോ ഘട്ടങ്ങൾ പൂർത്തീകരിക്കാം. പോട്ടെ, യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു, ഗർവിയെയോ. അടുത്ത വാക്യം എന്താണ്? ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നമ്മളെ ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ലോകത്തിലെ എല്ലാ അനുഭവങ്ങളും നമ്മളെ കൊന്നുകൊണ്ടിരിക്കുക അല്ലേ? ഓരോ ദിവസവും നമ്മളെ കൊന്നുകൊണ്ടിരിക്കുക. പക്ഷേ നമ്മുടെ ദൈവകരാണ്. കഷ്ടയുടെ നടുവിൽ നടന്നാലും നമ്മളെ ജീവിപ്പിക്കുന്ന ദൈവം. സ്തോത്രം. കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നത് പിന്നെ അടിച്ചമർത്തുന്ന ഒരു ലോകമാണ് ഇന്നത്തെ ലോകം. സ്തോത്രം. ഹല്ലേലൂയ. തകർന്നിരിക്കുന്നവനെ പിന്നെ തകർത്ത് കളയുന്നതാണ് ഈ ലോകം. അതാണ് ഈ ലോകത്തിൻ്റെ പ്രത്യേകത. പക്ഷേ നമ്മുടെ ദൈവമോ, സ്തോത്ര,
ദുർഖമുള്ളവനെ, ഹൃദയം തകർന്നവനെ, മനസ്സ് തകർന്നവനെ രക്ഷിക്കുന്ന ദൈവം. കഷ്ടതയുടെ നടുവിൽ കൂടെ നടന്നാലും ഹല്ലേലൂയ നീ എന്നെ ജീവിപ്പിക്കും. അല്ലെങ്കിൽ എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും, നീ എന്റെ വലം കൈക്ക് പിടിച്ചിരിക്കും. ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ, ശത്രുക്കളുടെ ക്രോധത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഏൽപ്പിച്ചു കൊടുക്കത്തില്ല, നമ്മളെ വിട്ടുകൊടുക്കത്തില്ല. അവരുടെ ക്രോധത്തിന് മുമ്പാകെ നമ്മൾ തകർന്നു പോകാൻ, അവരുടെ ക്രോധത്തിൽ നിന്ന് നശിച്ചു പോകാൻ ദൈവം അനുവദിച്ചു കൊടുക്കുകയില്ല. കഷ്ടതയുടെ നടുവിൽ കൂടെ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും, നിന്റെ വലം കൈ എന്നെ രക്ഷിക്കും. അവസാനത്തെ വാക്യം, തന്റെ പ്രത്യാശ ഒന്നുകൂടെ ഉറപ്പിച്ചു പറയുക. ദൈവത്തിലുള്ള വിശ്വാസം, തനിക്കുള്ള ഉറപ്പ് ഒന്നുകൂടെ അവിടെ സ്ഥാപിക്കുക. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരും. എത്ര പേർക്ക് പകൽവേള ഉറപ്പുണ്ട്? എൻ്റെ യഹോവ എനിക്ക് വേണ്ടി നല്ലൊരു അവസാനം, സമാപ്തി എന്ന് പറഞ്ഞാൽ നല്ലൊരു അവസാനമെന്ന സ്തോത്രം. അല്ലെങ്കിൽ യഹോവ എനിക്ക് വേണ്ടി നല്ലൊരു അവസാനം വരുത്തും. അല്ലെങ്കിൽ മറ്റുള്ളവർ വിധി എഴുതിയിട്ടുണ്ട് അവൻ മുടിഞ്ഞു പോകുമെന്ന്, മറ്റുള്ള വിധി എഴുതി അവൻ നശിച്ചു പോകുമെന്ന്, അവന്റെ പേരിനി ഭൂമിയിൽ ഉണ്ടാകത്തില്ലെന്ന്, അവന്റെ പേരിനി ആരും ഓർക്കത്തില്ലെന്ന്. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ലോകം നമ്മെക്കുറിച്ച് വിധി എഴുതിയപ്പോൾ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയാ, അല്ല ലോകം എന്ത് വിധി എഴുതട്ടെ, പക്ഷെ എനിക്കൊരു ഉറപ്പുണ്ട്, എനിക്കൊരു പ്രത്യാശയുണ്ട്. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി നല്ലൊരു അവസാനം വരുത്തും. അല്ലെങ്കിൽ ശത്രുക്കളുടെ ഇഷ്ടത്തിന് അവനെ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. ശത്രുക്കളുടെ ക്രോധത്തിൽ അല്ലെങ്കിൽ ഞാൻ തകർന്നു പോകുവാൻ എൻ്റെ ദൈവനെ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. ഞാൻ കഷ്ടതയിൽ തകർന്നു പോകുവാൻ എൻ്റെ ദൈവനെ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. ആ ശത്രുക്കളുടെ മുൻപാകെ എനിക്ക് വേണ്ടി മേശയൊരുക്കി ഒരു നല്ല സമാപ്തി, നല്ലൊരു അവസാനം എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കും. നിങ്ങളുടെ ആരംഭത്തെക്കാൾ അവസാനം നന്നായിരിക്കണമെന്ന് സ്തോത്രം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എൻ്റെ ആരംഭത്തെക്കാൾ എൻ്റെ അവസാനം നന്നായിരിക്കണം, എനിക്ക് നല്ലൊരു അവസാനം ഉണ്ടാകണം. സ്തോത്രം. അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവർ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന തൻ്റെ ജനത്തെ ദൈവം സഹായിക്കട്ടെ. യഹോവ ദൈവം ഉന്നതരെങ്കിലും താഴ്മയുള്ളവർ. എപ്പോഴും ആ വാക്ക് നമ്മുടെ ഹൃദയത്തിൽ കുറിച്ചിട്ടോണം. ആ വാക്യം നമ്മുടെ ഹൃദയത്തിൽ കുറിച്ചിട്ടോണം. നമ്മുടെ മാംസ പലകിൽ നമ്മൾ കുറിച്ചിടണം. യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ. സ്തോത്രം. താഴ്മ ധരിക്കാൻ തയ്യാറാണോ? ദൈവം നമ്മെ ഉയർത്തും. എത്രത്തോളം നമ്മൾ താഴുമോ അത്രത്തോളം ദൈവം നമ്മെ ഉയർത്തും. എത്രത്തോളം നമ്മെ അല്ല ദൈവത്തിൻ്റെ കരങ്ങളിൽ താഴ്ത്തി കൊടുക്കാമോ, അല്ലെങ്കിൽ നാം പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങളിലേക്ക്, നാം പ്രതീക്ഷിക്കാത്ത നിലവാരങ്ങളിലേക്ക് ദൈവം നമ്മെ ഉയർത്തിക്കൊണ്ടുവന്ന് നല്ലൊരവസാനം നമുക്ക് തരും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി നമുക്ക് ജാഗരിക്കാം, അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നുള്ള സമയം സാക്ഷ്യത്തിനായിട്ട് വേർതിരിക്കുന്നു. സ്തോത്രം. പ്രാരംഭമായി കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് വാക്യം പ്രസ്താവിക്കും. Our children will come forward for Bible recitation. Edwin Biru will lead this session. Please come out. Be good. So humble yourself under the mighty power of God, and at the right time He will lift you up in honor. Give all your worries and cares to God, for He cares about you. Amen. നമുക്ക് പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമല്ലോ. ഇന്ന് പകൽവേളയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം ആരോഗ്യത്തോടെ ആയുസ്സോടെ കൂട്ടി വരുത്തി ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം അവസരം ഒരുക്കി തന്നു. തുടർന്ന് ദൈവം സഹായിക്കേണ്ടതിനായിട്ട്, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ക്ലാസ്സുകളൊക്കെ ആരംഭിക്കാൻ പോവുകയാണ്. ദൈവം അവരെ സഹായിക്കേണ്ടത്, ഏറെ ദൈവകൃപ നിറച്ച് അവരെ അനുഗ്രഹിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. അവരുടെ പഠനം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ, മാനിക്കപ്പെടുവാൻ യാതൊരു പ്രയാസവും കൂടാതെ ഇവരെ സൂക്ഷിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും വെക്കേഷണൽ ബന്ധത്തിൽ നാട്ടിലായിരിക്കുന്നവരുണ്ട്. സ്തോത്രം. അവരുടെ മടക്കയാത്രയിലൊക്കെ കൂടിയിരുന്ന്
ദൈവക്ഷേമത്തോടെ കൂട്ടിവരുത്തേണ്ടതിനായി ആയിരിക്കിടങ്ങൾ ദൈവം സൂക്ഷിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കരങ്ങളെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ നേരെ നീട്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കും. പരിശുദ്ധ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തൃപ്പാദാന്തികെ സമർപ്പിച്ച് സഭയായി ഞങ്ങളവരെ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം ജയോത്സവമായി നടത്തി അവരെ പരിപാലിച്ചു. അനർത്ഥങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്നൊക്കെ വിടുവിച്ച് സൂക്ഷിച്ചു. ആരോഗ്യവും ബലവും അവർക്ക് നൽകി അവരെ സഹായിച്ചതോർത്ത് സ്തോത്രം. കർത്താവേ, 2 മാസത്തോളം അവരുടെ വെക്കേഷണൽ ബന്ധത്തിൽ അവരായിരുന്നു. അടുത്ത ദിവസങ്ങളിൽ അവരുടെ സ്കൂൾ റീഓപ്പൺ ചെയ്യുന്നല്ലോ. ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യം ഞങ്ങളുടെ കുഞ്ഞുങ്ങളോടൊപ്പം ഇരിക്കണമേ. പഠിപ്പമ്മയുടെ ജ്ഞാനം, ബുദ്ധി, ഓർമ്മശക്തിയൊക്കെ നൽകണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി, ദൈവത്താൽ മാനിക്കപ്പെട്ടവരായി തീരുന്ന ദൈവം സഹായിക്കണമേ. അവരുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ വചനം ഉറപ്പിച്ച് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വചനം അവരുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിപ്പാൻ ദൈവം ഇടയാക്കണം. വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറി യാതൊരു അനുഭവങ്ങളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകാതെ വേണം അവരുടെ ഹൃദയങ്ങളിൽ തിരുവചനം കൊണ്ട് അവരെ നിറച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശത്രു പിശാച് അവരുടെ ഹൃദയങ്ങളെ മുതലെടുക്കുവാൻ അനുവദിക്കാതെ വേണം ദൈവത്തിൻ്റെ കൃപ അവരിൽ പകർന്നവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സഭയായി ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തൃക്കരങ്ങളെ ഏൽപ്പിച്ച് അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആകാശവും ഭൂമിയും നിർമ്മിച്ച യഹോവയാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവ കുഞ്ഞുങ്ങളായി നിലനിൽക്കുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തിരുണയാക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ സ്വർഗീയ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. God bless you. Be seated. സാക്ഷ്യത്തിനായിട്ടുള്ള സമയങ്ങൾ വേർതിരിക്കുന്നു. വേഗത്തിൽ സാക്ഷ്യങ്ങളെ പ്രസ്താവിക്കും. Praise God. I thank God for giving me this opportunity to stand and testify God's holy name. God was good to me. He kept me safe and sound. By God's grace, I was able to spend time with my family for the last 3 weeks. I thank all of you for your prayers, especially Pastor Uncle and family. If God willing, my father and I will be traveling tonight to Kerala. Please do keep me in your prayers. Amen. Ruth Bijoy. ഭൗമിക നാളുകൾ തീരും വരെ ഭദ്രമായി പാലിക്കും പരമനന്നെ. ഭൗമിക നാളുകൾ തീരും വരെ ഭദ്രമായി പാലിക്കും ഭാരമില്ലാതെല്ലും ഭീതിയില്ല. ഭാവിയെല്ലാം അവൻ കരുതിക്കൊള്ളും. ഭാരമില്ലാതെല്ലും ഭീതിയില്ല. ഭാവിയെല്ലാം അവൻ കരുതിക്കൊള്ളും. നടത്തിയിടുന്നു ദൈവമെന്നെ നടത്തിയിടുന്നു. നാൾ തോറും തൻ കൃപയ എന്നെ നടത്തിയിടുന്നു. നാൾ തോറും തൻ കൃപയ എന്നെ നടത്തിയിടുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് ഈ രാവിലെ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതാരാധനയിൽ വന്നിരിക്കുന്ന എല്ലാ മാന്യ സഹോദരി സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, പ്രത്യേക കർത്താവിൻ്റെ ദാസനും കുടുംബവും, അവരെ എല്ലാം ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അറിയിക്കുകയും ചെയ്യുന്നു. ഞാൻ വളരെ നാളിന് ശേഷമാണ് ഒരു പ്രഭാതാരാധനയിൽ സംബന്ധിക്കുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം. എന്നാൽ ഇന്ന് പ്രത്യേക കാരണത്താലും നിങ്ങളോടൊന്നിച്ച് കർത്താവിനെ ഒരു പ്രാവശ്യം കൂടി ഈ ദേശത്ത് ഗാലയിലുള്ള ഈ ഹോളിൽ ആരാധിക്കുവാൻ തക്കോണം കർത്താവ് എനിക്ക് സാഹചര്യം ഒരുക്കിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിന് നന്ദി പറയുകയും ചെയ്യുന്നു. എൻ്റെ സാക്ഷ്യം വളരെ വിസ്തരിച്ച് പറയുവാനുണ്ടെങ്കിലും
ഒന്ന് രണ്ട് വാക്കുകൾ കൊണ്ട് ഞാനത് പരിമിതപ്പെടുത്തുകയാണ്. ഏറിയ വർഷക്കാലം ഈ രാജ്യത്ത് ഭൗതികമായ ജോലിയുള്ള ബന്ധത്തിലൊക്കെയും ദൈവം ഞങ്ങളെ സഹായിച്ചു, അനുഗ്രഹിച്ചു, വഴി നടത്തി. എൻ്റെ ആത്മീയ ജീവിതം ഏകദേശം 41 വർഷത്തോളം ഈ OPയിൽ തന്നെ ചിലവഴിപ്പന്തക്കോണം കർത്താവ് എന്നോളം സഹായിച്ചു. ഓരോ ദിവസവും ദൈവം ഞങ്ങളെ വഴി നടത്തി എന്നല്ലാതെ ഒന്നും എനിക്ക് പറയുവാനില്ല. ശൂന്യമായ എല്ലാ അവസ്ഥകളിൽ നിന്നും കർത്താവ് അവൻ്റെ വെറും വാക്കുകൾ കൊണ്ട് അവൻ സകലത്തെയും ഉളവാക്കിയെന്ന് വായിക്കുന്ന പോലെ ഞങ്ങളുടെ ജീവിത പടകിനെ നിറയ്ക്കുവാനും ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാനും ആത്മീയമായി മുന്നേറുവാനും ആയതുപോലെ ഭൗതികമായും ദൈവം ഇത്രത്തോളം ഞങ്ങളെ നടത്തി എന്നല്ലാതെ പ്രശംസിപ്പാൻ ഒന്നുമില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടി ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുകയാണ്. ദൈവമക്കൾ OPയെ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾക്ക് ഒരു വലിയ മുതൽക്കൂട്ടായിരുന്നു. അനേക വിഷയങ്ങൾ വലിയ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും പല ചലഞ്ചുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുവെങ്കിലും താളടിയാകാതെ ദൈവം കൃപയിൽ ഞങ്ങളെ ദൈവം സൂക്ഷിച്ചു. കർത്താവിൻ്റെ ദാസൻ ഇന്ന് പ്രബോധിപ്പിച്ചതുപോലെ എൻ്റെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിന് സമാപ്തി വരുത്തും എന്നുള്ള ആ വലിയ വാക്കുകൾ എൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി ഇന്ന് കേൾക്കുവാനിടയായി. ഈ രാജ്യത്തിലെ ജീവിതം മതിയാക്കി ഇവിടെ നിന്നും കടന്നു പോകാൻ തക്കവണ്ണം ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ദൈവത്തോളം ഞങ്ങളെ സഹായിച്ചു. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും നിങ്ങളുടെ സഹകരണത്തിനുമെല്ലാം ഒരു പ്രാവശ്യം കൂടി നന്ദി പറയുവാനും നിങ്ങളെ എല്ലാവരെയും ഒന്ന് നേരിൽ കാണുവാനും നിങ്ങളോട് യാത്ര പറയുവാനുമായിട്ടാണ് ഞാൻ ഇന്ന് രാവിലെ ഇവിടെ ആയിരിക്കുന്നത്. ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ 2 മാസമേ ഇവിടെ ആയുള്ളൂവെങ്കിലും വളരെ ആത്മീയമായ ബന്ധത്തിൽ കർത്താവിൻ്റെ ദാസനുമായി സഹകരിക്കുവാനൊക്കെയും ഞങ്ങളെ ദൈവം സഹായിച്ചു. ഞാനൊരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യം. അതിങ്ങനെയാണ്: കരിഞ്ജീരകം മെതിവണ്ടി കൊണ്ട് മെതിക്കുന്നില്ല, ജീരകത്തിന്മേൽ വണ്ടിയുടെ ചക്രം ഉരുട്ടുന്നതുമില്ല. കരിഞ്ജീരകം വടികൊണ്ടും ജീരകം കോൽ കൊണ്ടും തല്ലിയത്രേ എടുക്കുന്നത്. ദൈവമക്കളെ, ദൈവസന്നിധിയിൽ എന്നെ വളരെ ചിന്തിപ്പിക്കുകയും എന്നെ ബലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വചനമാണിത്. കാരണം കരിഞ്ജീരകത്തിന്മേൽ മെതിവണ്ടി ദൈവം കയറ്റത്തില്ല, ജീരകത്തിന്മേൽ വണ്ടിയുടെ ചക്രം കർത്താവ് ഉരുട്ടത്തില്ല. കരിഞ്ജീരകം വടികൊണ്ടും ജീരകം കോലുകൊണ്ടും തല്ലിയെടുക്കുക അത്രേ ചെയ്യുന്നത്. പക്ഷേ അതിനൊരു ഓപ്പോസിറ്റ് സൈഡുണ്ട്. നീ ഒരു കരിഞ്ജീരകമല്ലാതെ വേറൊരു ധാന്യമാണെങ്കിൽ അതിനനുസരിച്ചുള്ള വണ്ടി അവനൊരുക്കും. എപ്പോഴും ദൈവസന്നിധിയിൽ കർത്താവെ ഒരു കരിഞ്ജീരകത്തെ പോലെ, കർത്താവെ ഒരു ജീരകത്തെ പോലെ ബലമില്ലാതെ തന്നെ എൻ്റെ മുകളിൽ കൂടി ദൈവം വണ്ടി ഓടിക്കുകയില്ല, ചക്രം ഉരുട്ടുകയില്ല, ചതച്ച് കളയുകയില്ല. അവൻ വടി കൊണ്ട് ചിലപ്പോൾ തല്ലും, ചിലപ്പോൾ കോലുകൊണ്ട് നമ്മളെ തട്ടിയെടുക്കും. പക്ഷേ ഒരു ചതവും അവിടെ ഉണ്ടാവുകയില്ല. കഴിഞ്ഞ നാളുകളിൽ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമായിരുന്നത്. പലപ്പോഴും ഒരു കരിഞ്ജീരകമായിട്ട്, പലപ്പോഴും ഒരു ജീരകമായിട്ട് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തക്കോണം ഞങ്ങളെ ദൈവം സഹായിച്ചു. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം കാണുവാൻ തക്കോണം ദൈവം നിങ്ങളെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. തുടർന്നും അടിയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് എവിടെയായിരുന്നാലും കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു ഇണങ്ങിയ ആയുധമായി കർത്താവിൻ്റെ സാക്ഷ്യം തീർപ്പാൻ അടിയങ്ങളെ തന്നെ ഒരു പ്രാവശ്യം സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധി ഇരിക്കുന്നു. ദൈവമക്കളുടെ എല്ലാ സഹകരണത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധി താഴ്ന്നു. സാക്ഷ്യവാചകങ്ങളൊക്കെ നാം കേൾക്കുവാനിടയായി തീർന്നല്ലോ. പ്രിയ പൈതൽ രൂത്ത് പറഞ്ഞ സാക്ഷ്യം നാം കേട്ടു. ചില ദിവസങ്ങൾ ഇവിടെ ആയിരിക്കാൻ ദൈവം അവസരമൊരുക്കി. കർത്താവ് വരുവാൻ താമസാൽ അടുത്ത ദിവസങ്ങൾ താൻ മടങ്ങിപ്പോകുന്നു. തൻ്റെ പഠനം ഭാവിയൊക്കെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം സഹായിക്കുന്നതിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ അലക്സാൻ പറഞ്ഞ സാക്ഷ്യം നാം കേട്ടല്ലോ. കഴിഞ്ഞ ദീർഘമായ 41 വർഷക്കാലം OPS സഭയുള്ള ബന്ധത്തിൽ ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം കുടുംബമായി അവസരങ്ങൾ നൽകി.
കർത്താവിനെ സ്നേഹിപ്പാനും പിൻപറ്റുവാനും ഒക്കെ ഈ ദേശത്ത് ദൈവം സഹായിച്ചു. തൻ്റെ ആത്മീയജീവിതത്തിന് 41 വർഷം ഇവിടെ ചിലവഴിപ്പാൻ ഇടയായി. ദൈവം പിന്നെയും ഗുണമായി സഹായിക്കേണ്ടത്. കർത്താവ് വരുവാൻ താമസിച്ചാൽ അടുത്ത ദിവസങ്ങളിൽ നാട്ടിലേക്ക് ഇവിടുത്തെ ജീവിതം അവസാനിപ്പിച്ച് മടങ്ങിപ്പോകുന്നു. ദൈവം കൂടുതൽ സഹായിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടർന്നുള്ള നാളുകളും ഗുണമായി ദൈവം സഹായിക്കേണ്ടതിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ പലതുമുണ്ട്. ദൈവത്തിൻ്റെ കരം ആ വിഷയത്തിന്മേലെല്ലാം വെളിപ്പെടേണ്ടതിനായി നമ്മുടെ പ്രിയ പൈതൽ ഷാരോനെ ഓർത്ത് നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം. സ്തോത്രം. കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച രാത്രി ചൊവ്വാഴ്ച പ്രഭാതത്തിൽ വെല്ലൂർ ഹോസ്പിറ്റലിലേക്ക് തൻ്റെ ഫർദർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി തന്നെ ഷിഫ്റ്റ് ചെയ്തു. യാത്രകളിലൊക്കെ ദൈവം കൂടുതൽ സഹായിച്ചു. ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റാണ് ഇനി തനിക്ക് ഉള്ളത്. ദൈവം പൂർണ്ണമായി വിടുതൽ നൽകേണ്ടതിനായി മാനുഷികമായി കരങ്ങളൊക്കെ പലതും ചെയ്തുവെങ്കിലും ദൈവത്തിൻ്റെ അദൃശ്യമായ കരം പൈതലിനെ തൊട്ട് സൗഖ്യമാക്കേണ്ടതിനായി പൂർണ്ണമായി വിടുവിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പൊന്നച്ചാനെ ഓർത്ത് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച താൻ അവിടുന്ന് നാട്ടിൽ നിന്ന് യാത്ര തിരിച്ചു ഇവിടെ എത്തി ക്ഷേമത്തോടെ ആയിരിക്കുന്നു. പൂർണ്ണ സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കാം. സ്തോത്രപ്രിയ സമീൽ ബ്രദറിനെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. അതുപോലെ നമ്മുടെ പ്രിയ സഹോദരങ്ങളൊക്കെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം അവരൊക്കെ സഹായിക്കേണ്ടതിനായിട്ട് രോഗികളായി ക്ഷീണിതരായി ട്രീറ്റ്മെൻറ്റിലൊക്കെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർ അവരൊക്കെ ദൈവം സഹായിക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതുപോലെ നമ്മുടെ പ്രിയ സഹോദരൻ ബിനു വിത്തോസിൻ്റെ മാതാവ് കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടുള്ള ബന്ധത്തിൽ അവർ വളരെ ദുഃഖത്തിലും വേദനമായിരിക്കും. ദൈവം അവരെ ആശ്വസിപ്പിക്കേണ്ടതിനായി തുടർന്നുള്ള എല്ലാ കാര്യങ്ങളിലും ശുശ്രൂഷകളും തക്ക സമയത്ത് നടക്കുവാൻ ദൈവം അവരെ സഹായിക്കേണ്ടതിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. തുടർന്നുള്ള ആ ശുശ്രൂഷകളെ ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായി ദൈവസന്നിധാനത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമല്ലോ. കർത്താവിൻ്റെ ശുശ്രൂഷയുണ്ട്, അത് നമുക്ക് അനുഗ്രഹമായി തീരും. അതിൻ്റെ ശുശ്രൂഷ അനുഗ്രഹമായി തീരുവാൻ സാക്ഷ്യവാചകൾ പ്രസ്താവിച്ചില്ലെങ്കിലും പല വിഷയങ്ങളുമേൽ വളരെ ഭാരത്തോടെ പ്രയാസത്തോടെ ആയിരിക്കും അവിടെ പ്രിയപ്പെട്ടവരുണ്ട്. ദൈവം അവരൊക്കെ സഹായിക്കാൻ വിടുവിക്കുകയും ചെയ്യണത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സഹോദരന്മാരിൽ ഒരാൾക്കിപ്പോൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാവുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ കർത്താവേ, സ്തോത്രം. കർത്താവെ, അങ്ങേ സ്തുതിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ പ്രഭാതത്തിൽ കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന സാവാശത്തിനാദ്യത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ സ്തോത്രം. പിതാവേ, കഴിഞ്ഞ ദിനങ്ങളൊക്കെയും കർത്താവ് ഞങ്ങളുടെ ദേശത്ത് ഐശ്വര്യമായി ഞങ്ങളെ വഴി നടത്തിയ അവിടുത്തെ കരുതനായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിതാവേ, കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ച പോലെ കർത്താവെ, നാം ഒടിഞ്ഞു പോകാതിരിക്കുന്ന ദൈവത്തിൻ്റെ ദൈവം ഒന്നുകൊണ്ട് മാത്രമാണ്. കർത്താവെ സ്തോത്രം. പിതാവേ, നമ്മെ താഴ്ചയിൽ ഓർക്കുന്ന ദൈവം. കർത്താവെ, നമ്മുടെ വീഴ്ചയിൽ ഞങ്ങൾ താങ്ങുന്ന കർത്താവ്, ഞങ്ങളെ കർത്താവിന് ആവശ്യം ഞങ്ങളെ കരുതുന്ന കർത്താവ് ആ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിതാവേ, അങ്ങ് ഉന്നതനും ഉയർന്നിരിക്കുന്നതിനും ശാശ്വതവാസിയും കർത്താവെ, താഴ്മളവനെ കടാശിക്കുന്നു കർത്താവെ, അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിതാവ്, ഞങ്ങൾ കർത്താവ് കഴിവും എടുക്കൊന്നും അല്ല അപ്പാ, ഞങ്ങൾക്ക് പ്രശംസിപ്പാനൊന്നുമില്ല. കർത്താവ് ഞങ്ങളുടെ ദൈവം ഒന്ന് മാത്രമാണ്. കർത്താവെ, ഞങ്ങളുടെ ആയിരിക്കുന്നത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിതാവേ സ്തോത്രം. കർത്താവെ സ്തോത്രം. കർത്താവെ, അങ്ങ് കർത്താവ് സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ച കർത്താവെ, സാക്ഷ്യപദങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പിതാവെ, കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന പിതാവെ, അവരുടെ കർത്താവ് സ്കൂളിൽ ധ്യാനം തുടങ്ങുകയാണല്ലോ പിതാവെ, പോകുന്നിടത്തൊക്കെ ദൈവത്തിൻ്റെ കൃപ ഒന്ന് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവെ സ്തോത്രം. അവർ പഠിപ്പാൻ കർത്താവ് ബുദ്ധിയും ജ്ഞാനവും കർത്താവ് കൊടുക്കണമേ. അവർ ദൈവത്തിനും കർത്താവ് മനുഷ്യരും കൊള്ളാവുന്ന മക്കളായി വളർന്നു വരുവണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, അവർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് പിതാവേ, അവരൊക്കെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന പിതാവേ, ദൈവത്തിൽ കർത്താവ് കൃപയെ നിൽപ്പാൻ ഒരു ശത്രുവും തൊടാതെ വേണം കർത്താവ് ഞങ്ങളുടെ ചിറകിൽ മറയിൽ മറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. കർത്താവെ സ്തോത്രം. സാക്ഷി പറഞ്ഞ കർത്താവെ, മോളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പിതാവേ, 3 ആഴ്ച കാലം ഇവിടെ ആയിരിക്കാൻ ദൈവം സഹായിച്ചു കർത്താവെ. പോകുന്നിടത്തേക്ക് ദൈവത്തിൻ്റെ കൃപ ഒന്ന് കൂടെ ഇരിക്കണം. യാത്രയെ ദൈവത്തിൻ്റെ പരിപാലനം കൂടെ ഇരിക്കണം പിതാവേ സ്തോത്രം. കർത്താവ് വടിവാൻ കുത്തി എല്ലാ ശക്തിയും കൊടുക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ സ്തോത്രം. കർത്താവെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന പിതാവേ സ്തോത്രം. കർത്താവെ, അലക്സച്ചാനായി പ്രാർത്ഥിക്കുന്ന പിതാവേ, ദീർഘനാളുകൾ ഈ ദേശത്തായിരിക്കാൻ ദൈവം സഹായിച്ച പിതാവേ, തൻ്റെ കർത്താവെ സ്തോത്രം. സമയമൊക്കെയും കർത്താവ് സഭയ്ക്കൊണ്ട് ഓടുവാൻ പ്രവർത്തിപ്പാൻ ആദ്യമായി കർത്താവ് വളരുവാനൊക്കെ ദൈവം സഹായിച്ചനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന പിതാവേ. എവിടെയായിരുന്നാലും ദൈവം വിശ്വസ്തയോടെ ആയിരിക്കാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. കർത്താവ്, കുഞ്ഞുങ്ങൾ ദാനം കൊടുത്ത് കുഞ്ഞുങ്ങൾക്കായ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്ന പിതാവ്, ഒരുക്കിയും ആയിരിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ പരിപാലനം കൂടെ ഇരിക്കുമാറാണവേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ സ്തോത്രം. കർത്താവെ സ്തോത്രം. സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന പിതാവേ. കർത്താവ്
വേർപാട് കർത്താവ് വേദനാലായിരിക്കുന്ന പിതാവിന് തോമസിന്റെ കർത്താവ് കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കും പിതാവേ. അവരുടെ കർത്താവ് കുടുംബാംഗങ്ങളെല്ലാം ദൈവത്തിന് കർത്താവ് ദിവ്യ സമാധാനത്താൽ അവിടെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കും പിതാവേ. തക്ക സമയത്ത് കർത്താവ് തന്നെ കടന്നു പോകാൻ ദൈവം സഹായിച്ചല്ലോ എന്ന് പ്രാർത്ഥിക്കും പിതാവിന്. ആ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവ്. സ്തോത്രം കർത്താവ്. കർത്താവരുകളായി ഭാരപ്പെടുന്നവരോട് കർത്താവ് സ്തോത്രം പിതാവെ. നായ പ്രാർത്ഥിക്കും പിതാവ്. ഭവനത്തിലായിരിക്കുന്നല്ലോ ഇതിന്റെ കൃപ കൂടെ സമൂലവാനായി പ്രാർത്ഥിക്കും പിതാവെ. അനേക കർത്താവ് സ്തോത്രം പിതാവ്. മോൾക്കായി പ്രാർത്ഥിക്കും പിതാവെ. നാട്ടിലേക്ക് കടന്നു പോയല്ലോ കർത്താവ്. കർത്താവ് കർത്താവ് സ്തോത്രം പിതാവിൽ ഒരു ഹോസ്പിറ്റലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ കർത്താവ് അത്യന്തം പകരുമാറാണമേ എന്ന് പ്രാർത്ഥിക്കും പിതാവേ. അങ്ങ് കർത്താവെ ആണ് ഇപ്പോൾ ഇതിലുള്ള കരം കൊട്ട് കർത്താവ് കുഞ്ഞിനെ സൗഖ്യമാക്കണം കർത്താവ്. ഇതെല്ലാം ദൈവത്തിന്റെ കർത്താവ് കരങ്ങളിലാണ് പിതാവ്. മനുഷ്യമായി കർത്താവ് ചെയ്യുവാൻ കഴിയില്ലെങ്കിൽ കർത്താവെ അങ്ങ് തൊട്ടാൽ അവൻ സൗഖ്യപ്പെടുന്നതായ സ്തോത്രം പിതാവ്. ദൈവത്തിന്റെ കൃപ എന്ന് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവ്. കർത്താവ് നിങ്ങൾ കർത്താവ് സ്തോത്രം ഞങ്ങളുടെ മുന്നിൽ കർത്തമേശ ഉണ്ടല്ലോ പിതാവെ. കർത്താവെ സ്തോത്രം പിതാവെ എന്ന ഭാഗമാവുമ്പോൾ കർത്താവെ അനോന്യം കർത്താവെ നമ്മൾ സമർപ്പിച്ച് കർത്താവ് നിങ്ങളുടെ കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിനെ തൊടുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവെ. അല്പസമയം കർത്താവ് ഞങ്ങളുടെ സ്ഥലമായിരിക്കുമ്പോൾ കർത്താവ് ഏറെ കൃപയോടായിരിക്കാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവ്. സകല പ്രാർത്ഥനകളൊന്നും കേട്ടതായ സ്തോത്രം യേശുനാമത്തിന്റെ പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമം വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുവാൻ ദൈവം അവസരം ഒരുക്കിയല്ലോ. പ്രിയ അലക്സാന് കഴിഞ്ഞ 41 വർഷം വിദേശത്ത് ആയിരിക്കാൻ കർത്താവ് കൃപ നൽകി. തൻ്റെ തുടർന്നുള്ള ജീവിതവും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് മുന്നേറുവാൻ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് തുടർന്നും പ്രിയ അച്ഛനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. കുടുംബമായി ആയിരിക്കുന്ന ഇടങ്ങളൊക്കെ ദൈവം തന്നെ അവരെ സഹായിക്കേണ്ടതിന് സൂക്ഷിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് സഹായിക്കട്ടെ. നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പോലെ ഷാരോൻ്റെ യാത്രയുടെ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചു. ട്രീറ്റ്മെൻറ്റിനായി അവിടെ ആയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ ദാസൻ വിളിച്ചിരുന്നു. എല്ലാവരെയും നന്ദി അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥന അവർക്ക് വളരെ ആശ്വാസവും അനുഗ്രഹമായി തീർന്നു എന്ന് പറയുവാനിടയായി. പ്രിയ കർത്താവിൻ്റെ ദാസനും കുടുംബത്തിനു വേണ്ടി നിങ്ങളെല്ലാവരെയും നന്ദി അറിയിക്കുന്നു. തുടർന്നും പ്രിയ പൈതലിനെ ഓർത്ത് പ്രാർത്ഥിക്കാൻ ദൈവം പൂർണ്ണ സൗഖ്യത്തോടെ നമ്മുടെ മധ്യയെ കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ അത്ഭുത സാക്ഷ്യമായി ദൈവം നിർത്തേണ്ടതിനായി പ്രിയ പൈതലിനെ ഓർത്ത് തുടർന്നും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് സഹായിക്കട്ടെ. യിരെമ്യാ പ്രവചനം 24-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കും. ദേശത്തേക്ക് വീണ്ടും കൊണ്ടുവരും. ഞാൻ അവരെ പണിയും പൊളിച്ചു കളയുകയില്ല, അവരെ നടും പറിച്ചു കളയുമില്ല. അടുത്ത വാക്യം ഞാൻ യഹോവയെന്ന് എന്നെ അറിവാൻ തക്കവണ്ണം ഹൃദയം ഞാൻ അവർക്ക് കൊടുക്കും. അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായിരിക്കും. അവർ പൂർണ്ണ ഹൃദയത്തോടെ എങ്കിലേക്ക് തിരിയും. മതി. യിരെമ്യാ പ്രവാചകനിൽ കൂടെ ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിലുള്ള ദൈവത്തിൻ്റെ ആലോചന, അവർക്ക് എന്ത് ചെയ്യുമെന്നുള്ളത്, അവർക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്നുള്ളത് ഇവിടെ അറിയിക്കുകയാണ്. അതിലെ 4 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ 5-ാം വാക്യത്തിൽ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ സ്ഥലത്ത് നിന്ന് കൽദയരുടെ ദേശത്തേക്ക് നന്മയ്ക്കായി അയച്ചിരിക്കുന്ന യഹൂദ ബദ്ധന്മാരെ ഈ നല്ല അത്തിപ്പഴം പോലെ ഞാൻ വിചാരിക്കും. ഇവിടെ 2 കൂട്ടം പഴങ്ങൾ, ഒരു പഴത്തിൻ്റെ തന്നെ 2 അവസ്ഥ, അത്തിപ്പഴത്തിൻ്റെ 2 അവസ്ഥ. നല്ല അത്തിപ്പഴവും ചീത്തയായ അത്തിപ്പഴം. ഒരു കൊട്ടയിൽ നല്ല അത്തിപ്പഴം, മറ്റേ കൊട്ടയിൽ ചീത്തയായ അത്തിപ്പഴം. അവിടെ യിരെമ്യാ അവരെ കാണിച്ചു കൊടുക്കുക. ഈ നല്ല അത്തിപ്പഴത്തിൻ്റെ പ്രത്യേകത അത് തലപ്പഴമായിരുന്നു, ഏറ്റവും ശ്രേഷ്ഠമേറിയ പഴം. മാത്രമല്ല രണ്ടാമത്തെ അത്തിപ്പഴത്തിൻ്റെ പ്രത്യേകത നല്ലതല്ലാത്ത അല്ലെങ്കിൽ ആകാത്ത ചീത്തയായ തിന്നാൻ കൊള്ളാത്ത വിധത്തിലുള്ള അത്തിപ്പഴം. ഇത് രണ്ടും യിരെമ്യാവിന് കാണിച്ചു കൊടുത്തിട്ട് ദൈവം പറയാണ്, എൻ്റെ ജനത്തെ ഞാൻ നല്ല അത്തിപ്പഴം പോലെ ആക്കും. എൻ്റെ ജനത്തെ എനിക്ക് കൊള്ളാകുന്ന, മറ്റുള്ളവർക്കും കൊള്ളാകുന്ന, തിന്നാൻ കൊള്ളാകുന്ന നല്ല അത്തിപ്പഴമാക്കി ഞാൻ തീർക്കും. ഇപ്പോൾ
ഇസ്രായേൽ ജനത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, അവർ കൽദയ ദേശത്ത് അവരായിരിക്കുക. അവർ പ്രവാസത്തിലായിരിക്കുന്ന അനുഭവത്തിൽ നിന്നും അവരെ ഞാൻ മടക്കിക്കൊണ്ടുവരും. അവരെ എങ്ങനെ ആക്കുമെന്നാ? നല്ല അത്തിപ്പഴം പോലെ ഞാൻ അവരെ ആക്കി തീർക്കും. അവിടെ ശ്രദ്ധിക്കണം, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം, ഞാൻ അവരെ എന്തിനാ അയച്ചിരിക്കുന്ന അറിയാമോ? നന്മയ്ക്കായി അയച്ചിരിക്കുന്ന യഹൂദ ബദ്ധന്മാരെ. കൽദയ ദേശത്തേക്ക് എന്തിനാ അയച്ചത്? നന്മയ്ക്കായി അയച്ചു. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എങ്ങനെയാണ് മനസ്സിലായത്? ഇവരെ ഒന്ന് രൂപപ്പെടുത്തിയെടുക്കാൻ, ഒന്ന് പാകപ്പെടുത്തിയെടുക്കാൻ, നല്ല അത്തിപ്പഴമാക്കി അവരെ തീർക്കാൻ ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? കൽദയരുടെ ഇടയിലേക്ക് അങ്ങ് അയച്ചു. ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്. ഇതുപോലെ പലപ്പോഴും നമ്മളെ പാകപ്പെടുത്താനും ചില പണികൾ ദൈവം ചെയ്യാറുണ്ട്. നമുക്ക് മാത്രമല്ല, മറ്റുള്ളവർക്ക് കൂടെ പ്രയോജനപ്പെടുന്ന വിധത്തിൽ നമ്മെ രൂപാന്തരപ്പെടുത്തിയെടുക്കാൻ, തലപ്പഴമാക്കി തീർക്കാൻ, ഏറ്റവും മേത്തരമായ അനുഭവത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ. സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നത് എന്താ? ഈ നമ്മുടെ വീട്ടിലൊരു അതിഥിയായിട്ട് ആളുകൾ വന്നാൽ നമ്മുടെ വീട്ടിൽ ഏറ്റവും ഒരു പാത്രത്തിൽ തന്നെ ഒരു കൊട്ട പഴം ഇരിക്കുന്നു വെച്ചു, ഇതിനകത്ത് ഏറ്റവും വലിപ്പമുള്ള പഴമേ നമ്മൾ കൊടുക്കത്തുള്ളൂ. അവരെ മാനിക്കാൻ, അവരെ ആദരിക്കാൻ ഈ ചെറിയ പഴമൊക്കെ അവിടെ വെച്ചേക്കും, അവിടെ വെച്ചിരിക്കും, നമുക്ക് കഴിക്കാൻ അല്ലേ. അതിലേറ്റവും മേന്മയുള്ളതായ പഴം കൊണ്ടുവെക്കും. അപ്പൊ അതുപോലെ ഇസ്രായേൽ ജനത്തെ കൽദയരുടെ ദേശത്തേക്ക് ഞാൻ വിട്ട് എന്തിനാണെന്നറിയാമോ? അവരെ നന്മയ്ക്കായിട്ടാണ് വിട്ട്. നമുക്ക് അംഗീകരിക്കാൻ നോക്കൂ? ഇത് എന്തൊരു ന്യായമാണ്! ശത്രുവിൻ്റെ കയ്യിൽ നന്മയ്ക്കായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ ന്യായം എങ്ങനെ നമുക്ക് മാനുഷികമായ ചിന്തയും എങ്ങനെ ന്യായമാണെന്ന് പറയാൻ കഴിയും? ഒരിക്കലും അത് അംഗീകരിക്കാൻ, മാനുഷികമായ ചിന്തയിൽ അംഗീകരിക്കാൻ ഒക്കില്ല. പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മളെ ഒന്ന് രൂപാന്തരപ്പെടുത്തിയെടുക്കാൻ, നമ്മെ ഒന്ന് പരുവപ്പെടുത്തിയെടുക്കാൻ, നല്ല അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യുമെന്നറിയാമോ? സ്തോത്രം, ചില പ്രതിസന്ധികൾ കൂടെ, ചില പ്രതികൂല സാഹചര്യങ്ങൾ കൂടെ ദൈവം നമ്മളെ കടത്തിവിടാറുണ്ട്. അതൊരിക്കലും തിന്മയ്ക്കായിട്ടല്ല, അത് നന്മയ്ക്കായിട്ടാണ്. പലപ്പോഴും നമ്മൾ ചിന്തിച്ചേക്കാം, ദൈവം ഇങ്ങനെയൊക്കെ ചെയ്യുമോ? സ്തോത്രം, ചിലപ്പോഴങ്ങനെയൊക്കെ ചെയ്തേക്കാം, ചിലപ്പോഴങ്ങനെയൊക്കെ വരുത്തിയേക്കാം. എന്തിനെന്നറിയാമോ? ഇത് നമ്മളെ കാലത്തും ഓർത്തിരുന്ന് നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ. അല്ലെങ്കിൽ ഒരു താഴ്ചയില്ലെങ്കിൽ ഒരു ഉയർച്ചയില്ല. ഒരു താഴ്ച ഉണ്ടെങ്കിൽ ആ ഉയർച്ചയുടെ പ്രത്യേകത അറിയത്തുള്ളൂ, അതിൻ്റെ മഹിമ അറിയത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആ താഴ്ചയിലേക്ക് പോകുമ്പോൾ മാത്രമേ നമ്മളെ കൊണ്ടുവന്ന വിധങ്ങൾ ഓർക്കുവാനും നമ്മളായിരിക്കുന്ന ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയുടെ പ്രത്യേകതയും അതിൻ്റെ ശ്രേഷ്ഠതയും മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊന്ന് താഴേക്ക് പോകണം. സ്തോത്രം. ഈ പരാജയപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ അവൻ്റെ ഉള്ളിലുള്ള ചിന്ത എന്നറിയാമോ? എങ്ങനെങ്കിലും ജയിച്ചു നോക്കും, എങ്ങനെങ്കിലും ജയിക്കണം. ഞാൻ നമ്മുടെ പണ്ട് ഈ പത്രത്തിൽ വന്ന ഒരു വാർത്തയിലുണ്ടായിരുന്നു. തോമസ് ഐസക് എന്ന നമ്മുടെ പഴയ മന്ത്രി, അദ്ദേഹം SSLC തോറ്റതെന്ന് എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ, തോറ്റ് പിന്നെ തനിക്ക് വാശി കൂടി പഠിക്കണം. അങ്ങനെ പഠിച്ച് വാശി കയറി പഠിച്ചാണ് IAS കാരനായി തീർന്നത്. SSLC തോറ്റ മനുഷ്യൻ IAS ചിന്തിക്കാൻ കഴിയുമോ? എന്നിപ്പോൾ ആ പരാജയം തന്നെ എന്ത് ചെയ്തു? വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കണമുള്ള വാശി തന്നെ ഉള്ളത്തിൽ വന്നു. സ്തോത്രം. എവിടെങ്കിലും ഒരു പരാജയം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പരാജയത്തിൽ എന്നേക്കുമായി കിടന്ന് നശിച്ചു പോകാനല്ല, ആ പരാജയത്തിനപ്പുറം ഒരു വിജയമുണ്ട്. പരാജയമല്ല അവസാനം, അതിനപ്പുറം ഒരു വിജയമുണ്ട്. ആ വിജയത്തിലേക്ക് ചെന്നെത്തുവാനുള്ള ഒരു ത്വര നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഉണ്ടാകണം. എവിടെങ്കിലും ഒരു തിന്മ ഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തിന്മ അല്ല അവസാനം,
അതിനപ്പുറം ഒരു നന്മ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിലൊരു താഴ്ച കൊണ്ട് അവസാനിക്കുന്നതല്ല നമ്മുടെ ജീവിതം. അതിനപ്പുറമായ ഒരു ഉയർച്ച കൊണ്ട്, അത് ഉയർച്ചയിലേക്ക് കൊണ്ട് എത്തിച്ച്, അല്ല നമ്മൾ സംഗീതം വായിച്ചതുപോലെ നല്ലൊരു പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുന്ന, നല്ലൊരു അവസാനത്തിലേക്ക് കൊണ്ടുവരുന്ന ആ അനുഭവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. ഇവിടെ ഇസ്രായേൽ ജനത്തിലൊക്കെ ശ്രദ്ധിച്ച്, അവരെ കൽദയരുടെ ദേശത്തേക്ക് അയച്ചെന്തിനാ? നന്മയ്ക്കായിട്ടാണ്. നമുക്ക് അംഗീകരിക്കാൻ ഒക്കത്തില്ല. പക്ഷെ ദൈവം പറയുന്നു, നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അവരെ അവിടെ കൊണ്ടുപോകുന്നത് നന്മയ്ക്കായിട്ടാ. സ്തോത്രം. ചില അവസ്ഥകളിൽ കൂടെ ദൈവം നമ്മെ കടത്തിവിടുന്നത് അത് നന്മയ്ക്കായിട്ടാ. ചില പ്രതികൂല സാഹചര്യം കൂടെ കടത്തിവിടുന്നത് അത് നന്മയ്ക്കായിട്ടാ. എന്തിനെന്നറിയാമോ? ഏറ്റവും ശ്രേഷ്ഠമായതായി ദൈവത്തിൻ്റെ മുമ്പിൽ നിലനിൽക്കുവാൻ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അവരെ ഹല്ലേലൂയ അവരുടെ നന്മയ്ക്ക് അയച്ചിരിക്കുന്ന യഹൂദ ബദ്ധന്മാരെ ഈ നല്ല അത്തിപ്പഴം പോലെയാക്കും. അപ്പൊ എന്തിനു വേണ്ടി അവിടെ അയച്ചേ? നല്ല അത്തിപ്പഴം പോലെ ആക്കി തീർക്കാൻ, നല്ല തലപ്പഴമാക്കി തീർക്കാൻ, ഏറ്റവും മേത്തരമായ പഴമാക്കി തീർക്കാൻ ഞാൻ അവരെ കൽദയരുടെ ദേശത്തേക്ക് അയച്ചിരിക്കുന്നു. സ്തോത്രം. അടുത്തത് നമ്മൾ ഇങ്ങനെ വായിച്ചത്, ഞാൻ എൻ്റെ ദൃഷ്ടി നന്മയ്ക്കായി. അവർ കൽദയരുടെ ദേശത്ത് അടിമകളായിരിക്കുമ്പോഴും എൻ്റെ ദൃഷ്ടി അവരുടെ മേലുണ്ട്. എന്താ നാം മുടിഞ്ഞു പോകാത്തത്? ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ മേലുള്ളത് കൊണ്ടാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ മേലുള്ളത് കൊണ്ടാണ്. സ്തോത്രം. ഹല്ലേലൂയ. തനിക്കായി കാത്തിരിക്കുന്നവരുടെ അവരുടെ മേൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. സ്തോത്രം. രാത്രി ഇത് പകൽ വേള ദൈവമക്കളത് മറന്നു പോകരുത്. ഹല്ലേലൂയ. തങ്കലേകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് ഭൂമിയിലൊക്കെ ഊടിയാടിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിൽ ചിത്തതയോടെ നാം ആയിരിക്കുന്നു. ഏകാഗ്രചിത്തന്മാരായി ഹല്ലേലൂയ ഏകാഗ്രചിത്തകളായിരിക്കുന്നു. അല്ല നമുക്ക് വേണ്ടി ദൈവം ബലവാനെന്ന് നമ്മെ കാണിക്കേണ്ടതിന് അവന്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ട്. അവന്റെ ദൃഷ്ടി നമ്മുടെ മേൽ മാറ്റിക്കളയുന്നവരല്ല നമ്മുടെ ദൈവം. തന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേൽ അവന്റെ ദൃഷ്ടി ഇരിക്കുന്നതാണ്. സ്തോത്രം. അപ്പോൾ ഞാൻ എൻ്റെ ദൃഷ്ടി നന്മയ്ക്കായി അവരുടെ മേൽ വെച്ച് അവരെ ഈ ദേശത്തേക്ക് മടക്കിക്കൊണ്ടുവരും. ഈ ദേശത്തേക്ക് മടക്കിക്കൊണ്ടുവരും. അവിടേക്ക് അയച്ച് അവിടെ കൊണ്ട് അവസാനിപ്പിക്കാനല്ല, അവിടെ കൊണ്ട് തീർത്തു കളയാനല്ല. യോസഫ് തൻ്റെ സഹോദരന്മാരോട് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ മിസ്രൈമിൽ നിന്ന് മടങ്ങിപ്പോകും. നിങ്ങൾ മടങ്ങിപ്പോകും. മിസ്രൈം അല്ല നമ്മുടെ നാട്. മിസ്രൈം അല്ല ഇവിടെ അവസാനം. നമുക്കൊരു വാഗ്ദത്ത ദേശമുണ്ട്. നമ്മുടെ പിതാക്കന്മാരോട് ദൈവം വാഗ്ദത്തം ചെയ്ത ഒരു ദേശം നമുക്കുണ്ട്. അവിടേക്ക് നമ്മൾ മടങ്ങിപ്പോകും. പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്യണം. മടങ്ങി പോകുമ്പോൾ എൻ്റെ അസ്ഥി കൂടെ കൊണ്ടുപോകണം. എന്ന് പറഞ്ഞാൽ ഒരു അസ്ഥിബന്ധം പോലും ഈ ദേശത്തുണ്ടാകരുത്. നമ്മുടെ ദേശം ഇവിടെ അല്ല, നമ്മുടെ പാർപ്പിടം ഇവിടെ അല്ല. ഇന്ന് പകൽവേള ഈ രാവിലെ സമയത്ത് കേൾക്കുന്ന ഈ മക്കൾ ഓർത്തുകൊള്ളണം, നമ്മുടെ പാർപ്പിടം ഈ ദേശമല്ല. ഇത് നമുക്ക് സ്ഥിരവാസമുള്ള ദേശമല്ല. ഈ ദേശം വിട്ട് നമ്മൾ പോയേ മതിയാകൂ. അല്ലെങ്കിൽ ഈ ദേശം വിട്ട് നമ്മൾ പോയേ മതിയാകൂ. നമുക്ക് വേണ്ടി നിത്യമായൊരു ദേശം, നിത്യമായൊരു രാജ്യം, നിത്യമായൊരു ഭവന ദൈവം ഒരുക്കുന്നുണ്ട്. അവിടേക്കാണ് നമ്മുടെ യാത്ര. അതിന്റെ മധ്യത്തിലുള്ള ഇടയ്ക്കുള്ള കൂടാരമടിക്കുന്നതാ ഇതൊക്കെ. നമ്മുടെ അലക്സജാൻ അടുത്ത ദിവസം പോവാ. അദ്ദേഹത്തിൻ്റെ സ്വന്തം ദേശം ഇവിടെ അല്ലാത്തത് കൊണ്ടാണ്. സ്തോത്രം. അതുപോലെ ദൈവമക്കളെ, നമ്മുടെ സ്വന്തം ദേശം ഇവിടെ അല്ല. ഈ ഭൂമി അല്ല നമ്മുടെ സ്വന്തം ദേശം. സ്തോത്രം. നമുക്ക് വേണ്ടി ഒരു ദേശം ഒരുക്കിയിട്ടുണ്ട്. ഒരു ദേശം നമ്മുടെ കർത്താവ് ഒരുക്കുന്നുണ്ട്. അവിടേക്ക് എത്തിച്ചേരുവാനുള്ള താല്പര്യവും വാഞ്ചയും ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മുടെ ഹൃദയത്തിൽ അങ്കുരിച്ചു കൊണ്ടിരിക്കണം. സ്തോത്രം. ഇവിടെ അല്ല, ഇവിടെ കൊണ്ടല്ല എൻ്റെ അവസാനം, ഇതല്ല എൻ്റെ അവസാനം. എനിക്ക് വേണ്ടി ഒരു രാജ്യം ഒരുക്കുന്നുണ്ട്. രാജ്യം ഒരുക്കിയിട്ടവൻ വേഗം വരും. അല്ലാതെ എൻ്റെ കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ വേഗം വന്ന് നിങ്ങളെ എൻ്റെ അടുക്കലേക്ക് ചേർത്തുകൊള്ളും. അതിനാണ് നമ്മുടെ പ്രത്യാശ വയ്ക്കേണ്ടത്. സ്തോത്രം. ഞാൻ എൻ്റെ ദൃഷ്ടി നന്മയ്ക്കായവരുടെ മേൽ വച്ച് അവരെ ഈ ദേശത്തേക്ക് വീണ്ടും കൊണ്ടുവരും. ഞാൻ അവരെ പടിയും, പൊളിച്ചു കളയത്തില്ല. സ്തോത്രം. മറ്റുള്ളവർ പൊളിക്കാൻ ശ്രമിച്ചു, തകർക്കാൻ ശ്രമിച്ചു. പക്ഷെ ഞാൻ അവരെ പൊളിച്ചു കളയില്ല. ഞാൻ അവരെ പൊളിച്ചു കളയില്ല. ഞാൻ എന്ത് ചെയ്യും? അവരെ പടിയും.
ഈ രാവിലെ സമയം എത്ര പേർക്ക് ഉറപ്പുണ്ട്? എന്നെ പണിയുന്ന ദൈവം എൻ്റെ ദൈവം. എനിക്ക് ഉണവ് സംഭവിച്ചെന്ന് വന്നാലും, എവിടെങ്കിലും ഒരു പൊളിപ്പുണ്ടായെന്ന് വന്നാലും, ആരെങ്കിലും എവിടെങ്കിലും എന്നെ ഒന്ന് മാന്തിയെന്ന് വന്നാലും, എവിടെങ്കിലും ഒന്ന് പൊളിക്കാൻ ശ്രമിച്ചെന്ന് വന്നാലും, എൻ്റെ ദൈവം എന്നെ പണിയുന്ന ദൈവമോ. അവരെന്നേക്കും എന്നെ പൊളിച്ച് കളയുന്ന ദൈവമല്ല, എന്നേക്കും എന്നെ ഇല്ലായ്മ ചെയ്ത് കളയുന്ന ദൈവമല്ല, എന്നെ പണിതെടുക്കുന്ന ദൈവമോ. പണിയാന്ന് പറഞ്ഞാൽ എന്നെ ഉറപ്പിക്കുക എന്നതിൻ്റെ അർത്ഥം. എന്നെ ഉറപ്പിക്കുന്ന ദൈവമോ എൻ്റെ ദൈവം. സ്തോത്രം. ഇസ്രായേൽ ജനം നമുക്കറിയാമല്ലോ, സെരുബാബേലിന്റെ, സെക്കരിയാവിന്റെ, എസ്രയുടെ ഒക്കെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ യെരൂശലേമിലേക്ക് മടങ്ങി വന്ന് നമുക്കറിയാം. അവിടെ വന്നവർ ചെയ്ത് എന്താണെന്നറിയാമോ? അവർ ഇടിഞ്ഞു കിടന്നതിനെ പുതുക്കിപ്പെടുന്നു. ശത്രു ഇടിച്ചതാ, പക്ഷെ അത് എന്നേക്കുമായി നിർമ്മാർജ്ജനം ചെയ്ത് കളഞ്ഞില്ല. അതിനെ ദൈവം പണിതെടുത്തു. അങ്ങനെയെങ്കിൽ ദൈവം നമ്മെ പണിതെടുക്കും. എത്ര പേർക്ക് ഉറപ്പുണ്ട്? എന്നെ പണിയുന്ന ഒരു ദൈവമുണ്ട്. എന്നെ പൊളിച്ച് കളയാൻ ശത്രു പദ്ധതി ഒരുക്കുമ്പോഴും, എന്നെ ഇല്ലായ്മ ചെയ്യുവാൻ, എന്നെ ഉന്മൂലനം ചെയ്യുവാൻ, എൻ്റെ പേര് പോലും ഈ ഭൂമിയുടെ മുഖത്തുനിന്ന് മായ്ച്ചു കളയുവാൻ ശത്രു പദ്ധതി ഒരുക്കി അവൻ അതിൻ്റെ സ്തോത്രം അവൻ്റെ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുമ്പോൾ, അതിൻ്റെ നടുവിൽ എന്നെ തകർത്ത് കളയുന്ന ദൈവമല്ല എൻ്റെ ദൈവം. എന്നെ പണിതെടുക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ്റെ കൈയാൽ എന്നെ പണിതെടുക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവം. ഇത് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഇസ്രായേൽ ജനത്തെ കുറിച്ച് പറയുക, ഞാൻ അവരെ പണിയും, പൊളിച്ചു കളയത്തില്ല. സ്തോത്രം. എന്നിട്ടോ അടുത്ത വാക്യം വായിക്കുന്നത്, ഞാൻ അവർക്ക് ദൈവമായിരിക്കും. സ്തോത്രം. അടുത്ത വാക്യം, അവരെ ഞാൻ പറിച്ചു കളയത്തില്ല, അവരെ നടും. ശത്രു പറിച്ചു കളഞ്ഞു, പറിച്ചു കളയാൻ ശ്രമിച്ചു, പലപ്പോഴും ഉടച്ചു കളയാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ വേരോടെ ബാധിക്കളയാൻ ശ്രമിച്ചു. സ്തോത്രം. അല്ലെങ്കിൽ ഇനി ഭൂമിയുടെ മുഖത്ത് വേണ്ട. എത്രയോ സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വന്നു. മരണത്തെ മുഖാമുഖമായി കണ്ട എത്രയോ സന്ദർഭങ്ങൾ, അല്ല തകർത്ത് കളയാൻ ശ്രമിച്ച എത്രയോ സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു. അല്ല ഇനി ജീവിച്ചിരിക്കുകയില്ല, ഇനി അടുത്ത നിമിഷം ഞാൻ കാണുകയില്ല, എൻ്റെ കുടുംബത്തെ കാണുകയില്ല, എൻ്റെ തലമുറകളെ കാണുകയില്ല, എൻ്റെ സന്തോഷം ഇനി എനിക്ക് മുമ്പോട്ട് അനുഭവിക്കാൻ കഴിയുകയില്ലെന്ന് നമ്മൾ തന്നെ ചിന്തിച്ച എത്ര സന്ദർഭങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ദൈവം പറയുക, ഞാൻ നിന്നെ പറിച്ചു കളയത്തില്ല, ഞാൻ നിന്നെ നടും. ശത്രു പറിച്ചു കളയത്തക്കാണ് പലപ്പോഴും പിഴുതെടുക്കാൻ നോക്കി, പലപ്പോഴും ഉലച്ചു. ഇല്ലേ, പറിച്ചെടുക്കാൻ വേണ്ടി ഉലച്ചു. പറഞ്ഞു വരാതിരുന്നപ്പോൾ എന്ത് ചെയ്തു? അവിടുന്ന് ഉലച്ചു. നമ്മൾ സാധാരണയായി ഈ ചില കുറ്റികളൊക്കെ അടിച്ചു വെക്കുമ്പോഴേ അത് പിഴുതെടുക്കാൻ ആഴത്തിലേക്ക് അടിച്ച് ഇറങ്ങുമ്പോൾ, സ്തോത്രം, അതിനെ അത് പിഴുതെടുക്കാൻ എന്താ ചെയ്യുന്നത്? അപ്പുറം ഇപ്പുറം എല്ലാം തട്ടു കൊടുക്കും. നമ്മൾ കൈ കൊണ്ട് പിടിച്ചാൽ ചിലപ്പം മേലോട്ട് വരത്തില്ല. അതിനെന്ത് ചെയ്യും? അപ്പുറം ഇപ്പുറം എല്ലാം 4 സൈഡിൽ ഓരോ തട്ട് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് കുലുക്കി നിസ്സാരമായിട്ട് ഇഞ്ഞു പിഴുതരും. ഇതുപോലെ ശത്രു എത്രയോ പ്രാവശ്യം നമ്മളെ കുലുക്കി, എത്രയോ പ്രാവശ്യം നമ്മുടെ മേൽ കുലുക്കം വരുത്തി. അങ്ങോട്ട് ഉലച്ചു, ഇങ്ങോട്ട് ഉലച്ചു, അവിടെ ഇവിടെ എല്ലാം ഉലച്ചു. സ്തോത്രം. നമ്മൾ വിചാരിച്ചു ഞാൻ വീണുപോയി, ഞാൻ തകർന്നു പോയത് എത്രയോ പ്രാവശ്യം വിചാരിച്ചതാ. പക്ഷേ അല്ല, ശത്രു പറിച്ചു കളയുവാൻ തക്കവണ്ണം പദ്ധതി ഒരുക്കിയപ്പോഴും അല്ല പിഴുത് മാറ്റി കളയാതെ വേണം, അല്ലെങ്കിൽ പിഴുത് തകർത്ത് കളയാതെ വേണം. അല്ല നമ്മുടെ ദൈവം നമ്മെ ഉറപ്പിച്ച ദൈവമോ. ആ ദൈവത്തിന്റെ വിശ്വസ്തത എത്ര വലിയതാ, ആ ദൈവത്തിന്റെ സ്നേഹം എത്ര വലിയതാ. ഞാൻ നടും, പറിച്ചു കളയത്തില്ല. സ്തോത്രം. ഞാൻ യഹോവയെന്ന് അറിയുവാൻ തക്ക ഹൃദയം ഞാൻ അവർക്ക് കൊടുക്കും. സ്തോത്രം. അപ്പോൾ ദൈവത്തെ അവർ മറന്ന് ജീവിച്ചതായതിന്റെ കാരണം, ഞാൻ യഹോവ എന്ന് അറിയുവാൻ തക്ക ഹൃദയം ഞാൻ അവർക്ക് കൊടുക്കും. അടുത്തതാ ഏറ്റവും ശ്രേഷ്ഠ, അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായിരിക്കും. സ്തോത്രം. നാം അവന്റെ ജനമാണോ? അവന്റെ ജനമാണെങ്കിലേ അവൻ നമുക്ക് ദൈവമായിരിക്കുള്ളൂ. സ്തോത്രം. ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? അവർ എനിക്ക് ജനമായിരിക്കും, ഞാൻ അവർക്ക് ദൈവമായിരിക്കും. സ്തോത്രം. ശത്രു തകർത്ത് കളയാൻ ശ്രമിക്കുമ്പോഴും നമ്മളെ പണിയുന്ന ഒരു ദൈവം, അല്ലെങ്കിൽ പറിച്ചു കളയാൻ ശ്രമിക്കുമ്പോൾ നമ്മെ നടുന്ന ദൈവം. സ്തോത്രം. ഞാൻ ഇനി അവരെ പൊളിച്ചു കളയത്തില്ല, അല്ലെങ്കിൽ ഞാൻ അവരെ പണിയും, ഞാൻ അവരെ നടും, അവരെ പറിച്ചു കളയില്ല. ഇന്ന് പകൽവേള നമ്മോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമാ, ദൈവത്തിൻ്റെ ഉറപ്പാ. ദൈവം നമ്മോട് ഉറപ്പിച്ചു പറയുക, ഞാൻ ഇനി നിന്നെ പൊളിച്ചു കളയത്തില്ലെന്ന്,
ഹല്ലേലൂയ, ഞാൻ നിന്നെ പണിതെടുക്കുമെന്ന്. ശത്രു പൊളിച്ച പൊളിപ്പൊക്കെ അവിടെ കിടപ്പുണ്ട്. അല്ലെ, പക്ഷേ അതെല്ലാം ദൈവം നികത്തി നിന്നെ പണിതെടുക്കുമെന്ന്. ശത്രു നശിപ്പിച്ച് കളയാൻ കൊമ്പ് അവിടെ ഇവിടെ ഒക്കെ ചിലതൊക്കെ വെട്ടി ഒടിച്ചു. പക്ഷെ പിഴുതെടയേക്കാൻ അവൻ നോക്കി നടന്നില്ല. ഞാൻ നിന്നെ പറിച്ച് കളയത്തില്ല, ഞാൻ നിന്നെ നടും. നമ്മെ നടുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് പകൽ വേള ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മെ പണിയുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് പകൽ വേള ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. കർത്താവേ, സ്തോത്രം, അങ്ങ് എനിക്ക് ദൈവമായിരിക്കണം, ഞാൻ അങ്ങേക്ക് ജനമായിരിക്കും, ഞാൻ അവിടുത്തെ ജനമായിരിക്കും. സ്തോത്രം, എന്നെ പറിച്ചു കളയാതെ വണ്ണം നടുന്ന ദൈവം, എന്നെ പൊളിച്ചു കളയാതെ പണിയുന്ന ദൈവം അവിടെ നിന്നാണ്. ഈ ദിവസങ്ങൾ അത് ഞാൻ അനുഭവിക്കത്തക്കവണ്ണം എൻ്റെ മേൽ അവിടുത്തെ ദൃഷ്ടി വെച്ച് സ്തോത്രം എന്നെ ഓരോ ദിവസവും നടത്തണമെന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തലകളെ വണക്കം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിൻ്റെ മേശയിലെ ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം, നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കട്ടെ, സമർപ്പിച്ചു കൊടുക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. കർത്താവിൻ്റെ മേശ നമുക്ക് അനുഗ്രഹത്തിൻ്റെ മേശയായി തീരുവാൻ നമ്മെ തന്നെ ശോധനയെ ദൈവങ്ങളിൽ സമർപ്പിക്കും. കർത്താവിൻ്റെ മേശയിൽ സൂക്ഷിക്കുന്ന നമുക്ക് എല്ലാവർക്കും ദൈവത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ മേശയിൽ സൂക്ഷിക്കുന്ന പ്രിയപ്പെട്ട ദൈവദാസന്മാർ ദയവായി മുൻപോട്ട് കടന്നു വരാപ്പോൾ തന്നെ പാട്ടുകൾ പാടുന്ന സഹോദരന്മാർ മുൻപോട്ട് കടന്ന് നമുക്ക് ഒരുമിച്ച് ഒരു പാട്ട് പാടാം. നമ്മെ തന്നെ സമർപ്പിക്കുക, ദൈവകാരങ്ങളിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുക്കാമല്ലോ. ഒരു സമർപ്പണത്തോടെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമുക്കായിരിക്കും. നമുക്ക് വേണ്ടി